A very warm morning, my dear sirs. Morning. Sir, myself Michael, and this is my senior partner, Mr. Girish. We represent Mikey and Company Private Limited. Let me tell you one thing. We have a very unique and a rather different idea for your company. And let me add, we are going to break every conventional concepts of advertisement filmmaking just for your company. With your kind permission, may I commence? Thank you, sir. Sir, in the opening frame, we have a very beautiful village. In that village, we have a very beautiful temple. It is the temple of the Devi. But the people of the village, sir, they are not happy. Sir, every day corruption and violence is increasing day by day. It is because they are under the curse of the Devi. But sir, in order to overcome that, they need to conduct an ulsavam for the temple, sir. उत्सवम मतलब Sir, you know this chillam bada bada. ओ मेला मेला Mela, sir. Mela. अच्छा अच्छा In order to conduct the Mela, they need a leader, but they don't have anyone. But sir, then out of nowhere comes our hero in style. He's ready to conduct the Mela for the people. But then the real problem arises. To conduct the Mela, the Devi needs her Tiruvavan. तिरुवाभर Sir, this antique, unique pieces of gold for the Devi. ओ हमारा जैसा ingada jesa. Okay, okay. But the Tiruvabaranam is with another guy in the village. He's a crooked old man. He's not going to give the Tiruvabaranam for the people. कौन है वो साला Karla Sala, sir. Our hero tries a lot. But sir, he's our hero. He's not ready to fail. He comes with a beautiful plan, sir. He takes the phone. He calls the driver. The driver comes and stops in front of Ramatirtha Jewelry, sir. Ramatirtha Jewelry offers very unique antique pieces of gold, sir. Hero buys the gold and conducts the Mela, sir. Hero happy, people happy, Devi happy, everybody happy, sir. That is my vision for Ramatirtha Jewelry. Even God needs gold. अच्छा स्टोरी है ना Take it. वेरी गुड My हम याद करेगा और अपना भी टाइम आएगा that's it. So, sir, when do we get the advance? Today? Tomorrow? മലയാളിയാണല്ലേ? സാറും മലയാളി ആയിരുന്നല്ലേ? അത് കത്തൂല മൈക്കിളെ കത്തൂല. ഈ കത്താത്ത ലൈറ്റർ കത്തിക്കാൻ കാണിക്കുന്ന നിന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. ഹിന്ദിക്കാർക്ക് എന്ത് ആറാം തമ്പുരാന്ന് പറഞ്ഞ കഥ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഓരോരുത്തന്മാരെ സിനിമ കോപ്പി അടിച്ചാൽ നിനക്കടാ പാട്ട് കോപ്പി അടിച്ചാൽ മോട്ടിവേഷൻ. നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കഥ എടുത്തപ്പോ നിനക്ക് ഈച്ച കോപ്പി അല്ലേ? ചെറുതായിട്ടാ മൈക്കിളെ, നീ മുഖത്ത് നോക്ക് നീ ചെറുതായിട്ടാ. 2.25 മണിക്കൂർ വരുന്ന സിനിമ എന്നിവർ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് ചെറുതായിട്ടാണ് പോലും. എടാ ഞാനല്ല, ആ തെണ്ടി മാനേജർ അല്ല. അയാളെ പറഞ്ഞു അയാള് മലയാളി എന്ന് പറയുമ്പോ വേറെ വല്ല പടം പിടിക്കായിരുന്നു. നിർത്തിക്കാള് മൈക്കിളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കേക്കുവോ? അതായത് മൈക്കിളെ, നമ്മളൊരു കളിക്കിറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ടീമുള്ള ആളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം, മനസ്സിലായ? അതെങ്ങനെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കൂലല്ലോ. വലിയ ഏജൻസിയുടെ വലിയ കൊണാണ്ടർ. ഞാനൊരു കാര്യം ചെയ്യണം മൈക്കിളെ, നിന്നെ കഴിഞ്ഞ കമ്പനി പുറത്താക്കിയല്ലോ മൈക്കിളെ. എടാ അല്ലെങ്കിൽ ഈ അശോകൻ എന്നുള്ള പേര് കേട്ടാലേ അറിയാം അതൊരു മലയാളിയാന്ന്. എടാ അശോകന്നില്ല, അശോക് അത് മാത്രമേ ആയിട്ടുള്ളൂ. എന്നാലേ 6-ാം തമ്പുരാൻ കളിച്ച് തൂറ്റിച്ച മൈക്കിളെ, എന്നിട്ട് മമ്മൂട്ടി കളിക്കൊരു കുറവില്ല. ഇതാണ് കോൺഫിഡൻസ്. അംബാനി ബീഡി വലിക്കുന്ന അംബാനി വീട്ടിലൊന്നും ടി വി ഉണ്ടാകാൻ ചേട്ടാ, ഈ അംബാനിന്റെ വീട് എവിടെയാ? മൈക്കിളല്ലടാ, മൈക്ക് ടൈസൺ. അംബാനി സ്പെല്ലിംഗ് എന്തൊക്കെയായിരുന്നു? അംബാനിനെ കാണിച്ചിട്ട്, അദാനിനെ കാണിച്ചിട്ട്, ടാറ്റയെ കാണിച്ചിട്ട് എത്ര കാശ് ഞങ്ങൾ അടിച്ചു മാറ്റണം. ഞാൻ പറയാം നീ ഒന്ന് വിട്, ഓടില്ലേ വിട്ടോ. ജീവിക്കാൻ വേണ്ടായിരുന്നില്ലേ മൈക്കിളെ? ഓ, ഇതിന്റെ ഇടക്ക് അവന്റെ ഒലക്കമ്മല സെന്റി. എടാ, എങ്ങനെ ജീവിക്കണം എന്നടുത്ത് നമ്മളടുത്ത് വേണ്ട ഇതൊക്കെ.
ഒരു കാര്യം ചെയ്യാം, അംബാനി വിട്ടേക്ക്, നമുക്ക് വിജയമല്ലേ പിടിച്ചാലോ. എടാ ഇയാളെ നമ്മളെക്കാളും കഷ്ടത്തിലാടാ. താൻ വയ്ക്കോ ആവട്ടെ. എടാ തന്നെ ടിക്കറ്റ് ആകെ കഴിഞ്ഞ സീസണാ. അതുകൊണ്ടായിപ്പാ. അല്ലെങ്കിൽ കയ്യിൽ 10 നോട്ടിലെത്തവൻ കോട്ടൂട്ട് വരുന്ന കണ്ട അവന്റെ പിന്നലെ പോയി നിന്നെ വേണമായിരുന്നല്ലേ. ലൈഫിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കും മൈക്കിള്. മൈക്കിള് മൈക്കിള് എന്താടാ എടാ, എന്താടാ പ്രശ്നം? എടാ മൈക്കിള് ലാപ്പ് പോയടാ. എടാ, അത് നിന്റെ കയ്യിലായിരുന്നോ? എടാ ഞാൻ അതിന്റെ മേലെ വെച്ചിട്ടാണ് പോയത്. അയ്യോ, എടാ 1.5 ലക്ഷം രൂപയുടെ പന്ത്രി ബോണറ്റിന്റെ മേലെ വെച്ചുള്ള കൊട്ട 1000 മുഖ്യനെ അടിക്കാൻ വന്നു. നമ്മൾ ജസ്റ്റ് മാറിയിട്ടുള്ളൂ, അപ്പോഴേ അവിടെ പോരാ. എടാ, ഇത് നിന്റെ ഉമ്മറത്ത് കിണ്ടി വെച്ചോണ്ട് പോനെ. നിന്റെ കിങ്ങിനി പരം ബസാറല്ല, ബാംഗ്ലൂരാടാ, ബാംഗ്ലൂർ. എടാ, വണ്ടി കിടന്ന് നമ്മൾ ഉറങ്ങിയാലേ നമ്മളെ ഈ വണ്ടി ഒരുമിച്ച് അടിച്ചോണ്ടാണ് ടീംസ് ഉള്ള നാടാ. ഇനി ഞാൻ മതനോട് എന്ത് പറയും കർത്താവേ? ഞാനിനെന്ത് പറയൂ? അയ്യോ ഇവിടെയില്ല. എന്താടാ മൈക്കിളെ? ഡാ, ആ ഡാ, ഒന്ന് പറഞ്ഞു തൊലക്കോ. ഡാ, നിന്റെ ലാപ്പ് ഞങ്ങൾ എടുക്കണ്ടേട്ടാ. ലാപ്പ് അതിനകത്ത് എന്ത് തേങ്ങ ഉണ്ടോ അതെടുത്തിട്ട് പോകുന്നത്? മര്യാദയ്ക്ക് ഒരു പ്രസന്റേഷൻ പോലും ഉണ്ടാക്കിയിട്ടില്ല നീ. അതുകൊണ്ട് എങ്ങോട്ടും പോണ്ട. ഡാ, എതുക്കടാ പ്രസന്റേഷൻ? മുന്നിലിരിക്കുന്ന നാക്കും വായിലിരിക്കുന്ന നാക്കും വർക്കൊക്കെ അങ്ങനെ ചർച്ചറോന്ന് പറഞ്ഞു വരും. ഡാഡാ, ഒരു മൾട്ടിനാഷണൽ ആഡ് ഏജൻസി ഈ ഉള്ളം കയ്യിലിട്ട് ടക്ക് 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 എന്ന് തട്ടിക്കളിച്ചെൻ്റെ അടുത്ത് നീ നിന്റെ ഈ ഉണക്ക മാക്കിന്റെ കാര്യമൊന്നും പറയണ്ട, കേട്ടറാ? തന്നെ ഡാ, ഫോൺ ചെയ്യടാ. എടാ, പോയോ? എടാ നാരൻ, നമ്മുടെ കയ്യിൽ ആകെ വിലയുള്ള ഒരു സാധനം. അതിനെന്തെങ്കിലും പറ്റിയ മൈക്കിളെ നീ തീർന്നു. ആ, ഹലോ സാറേ, ഞാൻ മൈക്കിളാ. ആ പറയടാ, സാറേ, ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്ത് പറ്റി? സാറേ, നമ്മുടെ ലാപ്പ് ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സാറേ, എടുത്തോണ്ട് പോയി എന്നെ കണ്ടിട്ടില്ല. എടാ ലാപ്പ് എവിടെ ആയിരുന്നപ്പോ? സാറേ, ഇവിടെ കമ്മനഹള്ളിക്ക് എടുത്ത് വെച്ചിട്ടായിരുന്നു. എടാ അത് തന്നെ, ലാപ്പ് എവിടെ ആയിരുന്നു? സാറേ, ലാപ്പ് ബോണറ്റിന്റെ മേലെ വെച്ചിട്ടായിരുന്നു. ആ ബെസ്റ്റ്. എന്റെ പൊന്നു മൈക്കിളെ, ആ കാറ് പോയില്ലല്ലോ എന്ന് വെച്ചിട്ട് നീ നേരെ വീട് പിടിക്കാൻ നോക്കും. സാറേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? ഒരു വഴിയില്ല മൈക്കിളെ. ഓലക്സിലാ? എടാ നീ ഒന്ന് വെച്ചിട്ട് പോയി, എനിക്കിവിടെ 100 രൂപ പണിയുള്ളപ്പോഴാ എന്റെ. സാറേ, 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 എന്താ പറഞ്ഞേ? ഓലക്സിൽ നോക്കാന്. OLX-ലോ? മരണം നമ്പർ 2. സ്വന്തം കാല് വരാനുള്ള വല്ല വകുപ്പായ ശവത്ത് കുത്തലടാ എന്റെപ്പാ. മാക്കും എന്റെ നാക്കും ഒന്നും അങ്ങോട്ട് സിങ്ക് ആയില്ല. എടാ, മാക്കിനെ കുറിച്ച് കമാന്ന് കൊണ്ടരുത് തന്നെ. മാക്ക കാക്ക കൊണ്ടേ നമ്മൾ മാറിയ ഏതോ ഒരു കാക്ക. ഞാൻ പോയിക്കോ. അതെ, ആ, കാറിന്റെ കാര്യം മറന്നിട്ടോ. എടാ, അങ്ങനെ പറയല്ലേ. നിന്റെ കാറിനെയും പ്രോപ്സിനെ പോലത്തല്ല ഞങ്ങളെ വണ്ടി ഓടുന്നത്. ഞാൻ പറയും, നാട്ടിൽ നിന്ന് അപ്പനമ്മ വരുന്നുണ്ട്. എടാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കടാ പ്ലീസ്. എടാ, നോട്ടെ നോട്ടെ. ഹലോ, മതന്നെ എവിടെ? അവൻ ലീലാവിലാസത്തിലാ. വർക്കിന്റെ ഡീറ്റെയിൽസ് മൊത്തം മെയിൽ ചെയ്ത് തന്നാൽ മതി, പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാം. ബൈ ദ ബൈ, നല്ല ശബ്ദമാണ് കേട്ടോ, എവിടെയോ കേട്ടിട്ടുള്ള പോലെ. നോക്കൂ കുട്ടി, ഒരുപാട് MNC-കളുടെ വർക്ക് കൂടി ഇപ്പോഴേ പെൻഡിങ് ഇരിപ്പുണ്ട്. അത് നെവർ, ഇത് ഞാൻ നാളെ തന്നെ സെറ്റ് ചെയ്ത് തരും. ഏത് ക്ലയൻസ്? ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റി അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ പേര് പറഞ്ഞില്ല ഇതുവരെ. ബഷീർക്ക അല്ല, ഞാൻ ഇല്ല ബഷീർക്ക, ആക്ച്വലി ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ദൃശ്യം 3 ആണ്. ആൻഡ് അപ്പൻ അവന്റെ ലാപ്പ് കൊണ്ടുപോയി.
ഓളോട് പറഞ്ഞ നാളെ കടന്റെ ബോഡി കേട്ടണോ കേട്ടിട്ടാ യെസ് ഷുവർ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഫൈനൽ ഓർഡർ എടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ച് കറക്ഷൻസും സെറ്റാ കേൾക്ക. ഇനി വിളില്ല, നാളെ നേരിട്ട് അങ്ങോട്ട് വരും. ബോർഡ് തോന്നിയില്ലെങ്കിൽ ഈ തോന്നും കേട്ടിട്ടാ. ബ്ലേഡി ഹണി ട്രാപ്പ്. ഒട്ടും പേടി കൂടാതെ വേണം ഇത് നമ്മൾ അവൻ്റെ അടുത്ത് പറയാൻ. കോളാക്കരുത്. മേ ഹുന വളരെ നാച്ചുറൽ ആയിരിക്കണം നമ്മുടെ ആക്ടിങ്. സംശയം ഉണ്ടെങ്കിൽ എന്നെ പോലെ മതി. റെഡി 1 2 3. പോയ കാര്യം എന്തായി? പോയ കാര്യം എന്തായിന്ന് ആസ് യൂഷ്വൽ കയ്യിൽ പോയി. ചിരിക്കണ. അപ്പൊ 6-ാം തമ്പുരാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നീ ഏതാണാവോ അടുത്ത പടം? ഒരു നാൾ വരും എല്ലാം ശരിയാണ്. 2 പടം. കൊണ്ടൊരു കാര്യം. എടാ പിന്നെ ആൻഡപ്പൻ നിന്റെ ലാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു തരും. ആന്റപ്പനോ? അവനെന്ത് 2 ലാപ്പ്? എടാ അവൻ എന്തെങ്കിലും ആവശ്യം കാണും. നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് കുറച്ചില്ല. ചങ്ങായി പൊളിച്ചില്ലേ? അവൻ ലാപ്പിന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് നീ എന്തിനൊക്കെ ഉണ്ടാക്കുന്ന ലാപ്പ് എവിടെ മൈക്കിളെ? നിന്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്ന്. നമ്മളിന്ന് അംബാനിനെ കണ്ട. ഇവന് മനസ്സിലായില്ലടാ. എടാ നമ്മൾ അംബാനിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിച്ചവനല്ലേ. നമ്മളവനെ കണ്ട് ലാപ്പ് എവിടെ മൈക്കിളെ? നമ്മളവനെ ഇടിച്ച് പിടിച്ച് അവന്റെ നിപ്പിൾസിലൊക്കെ നുള്ളി ആൽഫബറ്റ്സ് ഒക്കെ പറയിപ്പിച്ചിട്ട് നമ്മളെ വിട്ടത്. ലാപ്പ് എവിടെ മൈക്കിളെ? ലാപ്പ് കള്ളം കൊണ്ട് കള്ളനാ? എടാ നമ്മൾ അമ്പാനിനെ തല്ലാൻ പോണ അവസ്ഥയിൽ ഈ പരമനാറി ലാപ്പ് കാറിന്റെ കോട്ടിൽ വെച്ചിട്ടാ പോയത്. തിരിച്ചു വന്നോക്കുമ്പോ ലാപ്പ് കാണാനില്ല. ഇനി വല്ല കള്ളം കൊണ്ട് വല്ല കാക്ക റാച്ചി കൊടുത്ത് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഭാവിക്ക് ചിഞ്ചു ഫാൻസി, അബൂബക്കർ മെറ്റൽസ്, കുഞ്ഞപ്പൻസ് കഞ്ഞിക്കട, അങ്ങനെ എത്ര കമ്പനി മുതലാളിമാരുടെ ആട്ടും തുപ്പും കേട്ട് അവർക്ക് വേണ്ട പോലത്തെ വൃത്തികെട്ട ഡിസൈനുകളും ചെയ്തു കൊടുത്ത് ആ കാശിന് ഞാൻ വാങ്ങിയ എൻ്റെ മാക്ക 2 കൂടി കൊണ്ട് തൊലച്ചത്. വെള്ളം അടിക്കുമായിരുന്നു. ഇതെടുത്ത് കമിഴ്ത്തിയിട്ട് എവിടെയെങ്കിലും പോയി കിടക്കായിരുന്നു. പൊണ്ടാരിറങ്ങാതും പഠിച്ചിട്ടില്ല. ഇനി ആ ബഷീർക്കട ചിക്കൻ സ്റ്റോണിലെ ബോഡി എവിടെ പോയി ഉണ്ടാക്കുന്നു എനിക്കറിയാൻ പാടില്ല. ഇറച്ചി വെട്ടണ പോലെ വെട്ടിക്കൂട്ടും അയാൾ തന്നെ. ഒന്ന് നിർത്തണം അറികളെ എൻ്റെ അച്ഛൻ്റെ ഒരു ബൊമ്മ. OLX 3 ലാപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്ക് നോക്ക്, നമ്മുടെ ലാപ്പ്. എന്റെ മാക്ക്. ഓ നിന്റെ മാക്ക് എന്റെ അമ്മ. എടാ മണ്ണുമരി സ്റ്റിക്കർ പോലും പറിച്ചു തന്നിട്ടില്ല. നീ മാക്ക് എത്ര രൂപയ്ക്കാ വാങ്ങി? 1.5 ലക്ഷത്തിന്റെ മുതലാ. ഇപ്പൊ കണ്ട 60,000 രൂപയുള്ളൂ. മൂക്കിന്റെ പാലം കൂടി ഞാൻ ഇങ്ങനെ എടുക്കട്ടെ ഗിരീഷ. നിന്ന് കഥാപ്രസംഗം നടത്താതെ വിളിക്കാൻ നോക്കണം നാറി. താടാ താടാ കൊട്. തമിഴ് തെലുഗു ഹിന്ദി കന്നഡ എതു വേണോ? ஆனா எனக்கு தமிழ் மட்டும் தான் தெரியும். டேய் நீ இன்னைக்கு OLX-ல போட்ட அந்த லாப்பு அது என்னோடதுடா. நான் ஒரு சின்ன கலாட்டக்கு போன டைம்ல நீ அது வந்து திருடிட்ட. மரியாதையா அது திருப்பி கொடுத்துடு. இல்லன்னா என்னடா பண்ணுவேன்? ஆமா சார், நீ OLX-ல பார்த்த அந்த லாப்பு அது உன்னோடதுதான். அது நான் தான் எடுத்துட்டு வந்தேன். உனக்கு அவ்வளவு தில் இருந்தா என்ன தேடி பிடிச்சு இங்க வந்து இந்த லேப் எடுத்துட்டு போடா. ஐயோ அண்ணாஜி போமக்கல்ல அப்படின்னு சொல்லாதுங்க. ഹലോ എല്ലാ തവണത്തെയും പോലെ കയ്യിൽ നിന്ന് പോയില്ലേ?
ഞഞ്ഞായി. അല്ല എടാ നിന്റെ ഫോൺ എന്താ ഇതുക്ക് ഇങ്ങോണ്ടേ ഓൻ്റെ അടുത്ത് തമിഴ് കണ്ടിട്ട് ചൈനീസ്. ഞാൻ നമ്പർ എന്ന് പറഞ്ഞ 9895-370-480. നിനക്കത് താല്പര്യമില്ലാത്ത പോലെ. ഹലോ അണ്ണേ, OLX എന്താ പറച്ചും പാത്ത് വിളിച്ചത്? ഒരു ലാപ്ടോപ്പ് കൊടുക്കണ്ട് കണ്ടേ. அந்த ലാപ്ടോപ്പ് എനിക്ക് വേണോ? ആ ഓക്കണ്ണേ ഓക്കണ്ണേ കയ്യിലെ തരണ്ണേ എങ്ക വരണോ? ആ ஓகே ஓகே நான் வரேன். அந்த லேப்டாப் யாருக்கும் கொடுத்துடாதுங்க அண்ணே, ரொம்ப பிடிச்சு போச்சு. ஓகே அண்ணே സെറ്റ് സാധനം കിട്ടി. കിട്ടിയോ? എങ്ങനെയുണ്ട്? നാളെ കമ്പനികളിൽ 60,000 രൂപയായിട്ട് പോയി സാധനം കിട്ടും. കീറിയണ്ടല്ലോ. എടാ നമ്മുടെ 3 പേര് ഒരുമിച്ച് വിറ്റാ കിട്ടും 60,000 രൂപ. എടാ നീ ഒന്ന് അടങ്ങ്. നമ്മളിൽ എന്തായാലും 60,000 രൂപ ഇല്ലെന്ന് അറിയാലേ. ആ നമുക്ക് സാധനം കിട്ടിയില്ലേ പറ്റൂ. കിട്ടിയില്ല, രണ്ടിനെ കൊല്ലും. അപ്പൊ നമ്മൾ നാളെ വൈകുന്നേരം 4 മണിക്ക് പോകുന്നു. എന്നിട്ട് ബാക്കി വരുന്നോട് ചെയ്യണ പോരാട്ടം തന്നെ, വേറെ വഴിയില്ല. മെല്ലെ ഓ പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ വേണ്ട, അല്ലേലും ആകെ ഓക്കെ മക്കളെ, അപ്പൊ ഞാൻ പോയി വരാം. ഒക്കെ റെഡിയാണ്, ഞാൻ പോയി വരാം. ഓക്കെ അതിനായിരിക്കണം എൻ്റെ അമ്മ വരുന്നല്ലോ. പോകണം സാധനത്ത് കൈ തരാൻ. നീ പ്ലാൻ മൊത്തം പറഞ്ഞിട്ട് പോയാൽ മതി. എടാ നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒറ്റ പ്ലാനും ഇല്ല, ഒന്നും മാറ്റി ചെയ്തു. എടാ ഞാൻ മെല്ലെ പോകുന്നു. ഇതിന് മെല്ലെ അയാളൊക്കെ എന്തെങ്കിലും ലാപ്ടോപ്പ് കൈക്കിലൊക്കെ. അപ്പോൾ ഞാൻ ഒരു സിഗ്നൽ തരും. ഈ സിഗ്നൽ കേൾക്കുമ്പോൾ നിങ്ങൾ മെല്ലെ ബൈക്ക് എടുത്ത് വരണം. മെല്ലെ എന്ന് പറയുമ്പോൾ സ്ലോ മോഷനിൽ വരുന്നത്, കുറച്ച് സ്പീഡിലൊക്കെ വരണം. ഇങ്ങനെ ഞാൻ ഓടി കയറും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എടാ നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിട്ട് പോയി പോരെ? ഓ നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് തമ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകണ്ട. എടാ എന്തെങ്കിലും പ്രശ്നം പറ്റിയാ എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? വേണോ? അതാണ് ഞാൻ പറഞ്ഞത്, കയ്യാങ്കളിയാണ്, എന്തും സംഭവിക്കാം. അപ്പം പോയിട്ട് വരാം. കൂൾ മാൻ. feather touch. நீதான கால் பண்ணது? ஆமாண்ணே. கேஷ் கொண்டு வந்தியா? ஆண்ணே இப்போ வரும். ஃப்ரெண்ட்ஸ் கொண்டு வரும். ஃப்ரெண்ட்ஸ் கொண்டு வரும். ஆமா. சீக்கிரம் வர சொல்லு தம்பி. இல்லண்ணே on the way இப்போ வரும். இந்த லாப் ஒன்று காண பட்டுமா அண்ணே? பார்க்கலாம். ஓகே. ലാപ്ടോപ്പ് இம்பார்ட்டட் ஸ்டிக்கர் தம்பி, ஃப்ரீ உனக்கு. அப்படியா? சூப்பர் அண்ணே. இந்த லாப்புக்கு வேற ஏதாவது பிரச்சனைகள் இருக்குமா? கிளாஸ் குவாலிட்டி, ஒரு பிரச்சனை இல்லை. அப்படியா? ரொம்ப വെയിറ്റ്. എന്താണ് ചർച്ച? സാധനം അടിച്ചിട്ട് വന്നാൽ പോരെ അല്ലേ? മച്ചി ടീ സാപ്പിട്. വേണ്ട സാപ്പിട്. மச்சி உன் ஃப்ரெண்டு லேப்டாப்பில் எடுத்துகிட்டு வர டைம் ஆகும்ல, அது வரைக்கும் டீ சாப்பிட. അത് உங்களுக்கு எப்படி தெரியும்? ജോത്സ്യനാണ്. இந்த பாக்கு கூட கிடக்குமா? ஸ்டிக்கர் கூட லேப்டாப் பேகம் ஃப்ரீ. அப்படியா? എന്നാലേ എനിക്ക് ബാഗ് വേണം തണ്ടി. കാത്തോളി ഈ ജീവൻ തേരാ ഹാത്തിലാണ് ഭായ്. ഓ നോളി ഈ പൊട്ടനാട്ടം കണ്ടോളി, പിടികിട്ടാനോടും പാവം കൊണ്ടാളി. ഹുഡു 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 ഭായ്, ഹുഡു 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 ഭാഗോ, ഹുഡു 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 ഭായ്.
എന്താണ് ചായ സ്ഥലക്കാരെ വണ്ടി എടുക്കണേ നിങ്ങളെ ചാവില്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. ചാവിയാണ് പോയി അങ്ങോട്ട് പോയി. നിന്റെ ചായ ദ ലാസ്റ്റ് ടീ. പോടാ നമ്മളെ പ്ലാനാരെ ചോർത്തിയേ അടിയന്നടി റാക്കമ്മ പല്ലാക്ക് പാട്ട് പാടാത്ത കാര്യം പറയണം മൈക്കിളെ. ഞാൻ ഇന്നലെ മാസ് കാണിക്കാനും നീ ഇന്നലെ കാല് പിടിക്കാനും വിളിച്ചപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരേ പാട്ട്. നമുക്ക് വണ്ടി ഓടിയാലും അവന്മാരെ എറിഞ്ഞിട്ട് വീഴ്ത്തും. ഇത് അവന്മാരുടെ കോട്ടയാടാ. ஒலிம்பிக்ஸ்ல மட்டும் போயிடாத. உசேன் போல்ட்ட வேலை போயிடும்பா. ക്യാഷ് എടുக்கிறதுக்கு വേണ്ടേ கேஷா ட்ரைலர் தானே பார்த்தேன். வா மெயின் பிக்சர் காமிக்கிறேன். ചെറുപ്പക്കാരനാണ്. കാണാനും പറ്റുന്നില്ല. டேய் இந்த உசேன் போல்ட்ட பார்த்துக்க. நான் அண்ணன் கூப்பிட்டு வரேன். இனி உண்டு அண்ணன் மாதிரி உனக்கு இருக்குடா மவன. മക്കും പോയി ജീവനും പോകുന്ന തോന്നുന്നു. அண்ணா பசங்களை தூக்கிட்டு வந்துட்டேன். உன்னை யாருடா எங்க அண்ணாவுன்னு கூப்பிடுறது? முழுசா சொன்ன வேலை முடிச்சிட்டு கிளம்புடா. അവിടെ പോയി വേറെ പറയണം മുണ്ടങ്ങളാ. டெண்டுல்கரோட ஹோம் கிரவுண்டில் வந்து ஸ்ட்ரைட் டிரைவ் விளையாட்டா சூப்பரா. அன்பாக்ஸ் பண்றா. சீனுதான் பரவாயில்ல சாப்பிடு. உப்பா ரொம்ப சாப்பிடாத. தேடு கிட்ட உனக்கும் கிடைக்கலையா? கிடைச்சதெல்லாம் போதும். സുമേഷേട്ടാ ഞാൻ മൈക്കിളാണ്. സുമേഷേട്ടാ അയ്യോ എടാ ഇതിന് സ്വന്തം സുമേഷേട്ടാണ് അല്ലേ? എടാ പണ്ട് കണ്ടക്കളി ക്രിക്കറ്റിലെ തീപ്പൊരി പാർച്ചത് ഫസ്റ്റ് ബോളറാണ് സുമേഷേട്ടൻ അല്ലേ? വെറും ഓർഡിനറി ആയിരുന്ന സ്ഥാനം എന്നെ സൂപ്പർ ഫാസ്റ്റ് പാസ് ഇറക്കി എടുത്തത് ഫസ്റ്റ് ഡ്രൈവറാണ് സുമേഷേട്ടൻ. എന്റെ പൊന്നെ സുമേഷേട്ടൻ ഇപ്പൊ കാലഘട്ടം പള്ളക്ക് ചടിയിലൊക്കെയുള്ള கண்ணன் கம்மனஹள்ளி கண்ணன் தெரிஞ்சதா? முழுசா தெரியணும்ல. வாடா வாடா. உட்கார்றா. சொன்ன வேலை முடிச்சிருச்சா? நீ இருக்கிற உட்கார. முண்டா
നീ ഉക്കാറാ വേണ്ടണ്ണേ ഉക്കാറാ വേണ്ടണ്ണേ. എന്നാ ഇയാടെ നിന്നോ ഇരിക്കു പോത്തെ സുമേഷ് ഏട്ടൻ തന്നെ ആണല്ലേ. മെല്ലെ പറയുന്ന ആയ പോലത്തെ പുറത്തേക്ക് നൈറ്റിക്ക് കേട്ട ചൊറയാന്ന്. ഞാൻ ഇവിടെ സുമേഷ് അല്ല, ആടെ കണ്ടിട്ടേ അവരുടെ കാശാനാന്ന്. കമ്മനഹള്ളി കണ്ണൻ. എന്നാലും എന്റെ സുമേഷ് ഏട്ടാ കണ്ണണ്ണ, ഇത് ഭീകര ട്വിസ്റ്റ് ആയി പോയിട്ടോ. എന്തെന്ന് ടിസ്റ്റ്? നാട്ടിൽ വെച്ച് പരിചയമുള്ള ആളെ ബാംഗ്ലൂർ വെച്ച് കാണുന്നതിന്റെ ടിസ്റ്റ് അതല്ല, ഇങ്ങനത്തെ ഒരു സെറ്റപ്പില്ലേ. ഷോ അല്ല, നിങ്ങളെങ്ങനെ കൊണ്ടേ PSC എഴുതിയിട്ട് ഇതറിയാൻ ഈ വന്നിനി? അതല്ല കണ്ണണ്ണ, നമ്മളെ നാട്ടിലെത്ര ക്രിക്കറ്റ് കളിച്ച് നടന്ന ആൾക്കാരാ. അതല്ല കണ്ണണ്ണ. മൈക്കിളെ ഈ കൊണ നിർത്ത്. അനക്ക് ഇപ്പൊ എന്നാ വേണ്ട? എനിക്ക് ആ പിള്ളേരുടെ ലാപ്പ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവായിരുന്നു. അല്ല പെക്കട്ടെ, ഈ എന്തെന്നാ നീ കാണിക്കുന്നത്? ഇമാരി സാധനം സൂക്ഷിച്ചോണ്ടോണ്ടേ ഇപ്പുറത്ത് പിള്ളേർക്ക് പണിണ്ടാക്കാനായിട്ട്. ഇനി സൂക്ഷിച്ചോടാ, അതൊന്നും എടുത്തുക. മൈക്കിളെ ലാപ്പ് തരാനായിട്ട് പറ്റൂല. പിള്ളേർ കഷ്ടപ്പെട്ട് അടിച്ചാന്ന് ഈ സാധനം പറഞ്ഞോളാം. ശരിയാ, ഇങ്ങളെ വായന്ന് തന്നെ ഞാനിത് കേൾക്കണം. നാട്ടിൽ നിങ്ങളെ പെണ്ണുങ്ങളെ ശ്യാമളേച്ചിണ്ടല്ലോ, അവർക്ക് കുറിക്ക് കൊടുക്കാൻ പൈസ ചെന്ന സമയത്ത് മൈക്കിളിന്റെ അമ്മയുടെ അരഞ്ഞാണം വിറ്റിടാ മൈക്കിൾ കൊടുത്തീനെ. നിങ്ങളുടെ ചിഞ്ചുമോ കിഞ്ചുമുട്ടയും കോലുമുട്ടയും വാങ്ങിച്ചു കൊടുത്തതിന്റെ കണക്ക് മൈക്കിൾ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് എവിടെ എഴുതി വെച്ചിട്ടില്ല. മൈക്കിളെ ഈ സെന്റ് ഞാൻ നിർത്തൂല, ഭയങ്കര മോശം. എടാ നിർത്തറോ, അനക്ക് ബന്ധം വേണ്ട. അല്ല അപ്പല്ല, ലാപ്പ് ഞാൻ തരാ. പക്ഷേ നിങ്ങള് സുമേഷ് ഏട്ടാന്നുള്ള കാര്യം ഈ തെണ്ടികളൊന്നും അറിയാൻ പാടില്ല. അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈയിടെ കണ്ണനാന്നുള്ള കാര്യം ആടാരും അറിയാൻ പാടില്ല നാട്ടിൽ. ആരും അറിയാൻ പാടില്ല. ഒഗിൽവിയാണ് സത്യം. അതാര്? പോതിയാ? ഓതിയൊന്നുമല്ല, അങ്ങനെ ഒരാളുണ്ട്. വാ ഞാൻ പറഞ്ഞല്ല, ஞாபகம் വെച്ചുക്കോ. டேய் குமார், இவன் யாருன்னு தெரியுமாடா? தெரியாதண்ணா. நம்ம வேலு தம்பிடா. എന്താ വേണു? வேணு நம்ம சேலம் வேலுடா. உனக்கு தெரியாதா? தெரியாதண்ணா. டேய் ப்ரோ, உனக்கு தெரியாதாடா? ஏய், நம்ம சேலம் வேலுடா. உனக்கு தெரியாதா? தெரியாதா? டேய் செந்தில், உனக்கும் தெரியாதாடா? தெரியாதுண்ணே. தெரியாதா? ஓ, நம்ம சேலம் வேலு. எனக்கு நல்லா தெரியுது. உங்களுக்கு தெரியாதாடா? இவனுக்கு தெரியும், உனக்கு தெரியாதாடா? முட்டா பயல. நம்ம சேலம் வேலு தம்பிடா. வேலு தம்பினா எனக்கும் தம்பி மாதிரி. வேலு தம்பினா ஆமா. டேய், அந்த லேப்டாப் திருப்பி கொடுத்துடு. ഇങ്ങ തന്നെ പൊന്നു ഗുണ്ടണ്ണ. டேய், எதுக்குடா அவ்வளோ டென்ஷன்? ஒரு லேப்புக்கு ஒன்றும் ஆகல. இந்த மாதிரி ஒரு லேப்டாப் யூஸ் பண்ண தெரிஞ்ச மூஞ்சியாடா அதெல்லாம். எப்படி happy ஆயிடுச்சுல? அப்புறம் நான் கிளம்பிடு. അപ്പൊ മച്ചേ ടേക്ക് കെയർ. രാജ കയ്യ വെച്ച റംഗ് പോണതില്ല. ചാടർക്കത്തെ കാര്യം പറ, അവിടെ എന്താ സംഭവിച്ചേ? ഡേയ് വേലുത്തമ്പിന്ന് സുമ്മാവാ. മാറടാ, ഒരു എത്തി വെച്ചെന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് സത്യം പറയടാ. നിനക്ക് നിന്നെ കോപ്പ് കിട്ടിയില്ലേ? ഞാൻ കാരണണ്ടായി പ്രശ്നം ഞാൻ തന്നെ തീർത്തു. ഒരു ചായ അടിച്ചിട്ട് പോയാലോ? മൈക്കിളെ ഒരു പൊറോട്ട അടിച്ചല്ല. എന്നെ ചെപ്പടിച്ചോണ്ടിരിക്കും. എന്നാലും എന്റെ കണ്ണണ്ണ വെച്ചാതി പെർഫോമൻസ് ആയിരുന്നു. ഇവനൊക്കെ ഉണ്ടല്ലോ ഫാൻസിൽ ഫുള്ളില്ലാതുള്ളൂ. അല്ലടാ, അയ്യോ ധൈര്യശാലി. എന്താ ചായ ഇവിടെ? അല്ല കണ്ണാ, നിങ്ങളെന്നാലും എന്ത് പരിപാടി കാണിച്ചത്? നിങ്ങൾ പണ്ട് ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങിയ സമയത്ത് ഇങ്ങോട്ട് പോകുന്നല്ലേ? അല്ല, നിങ്ങളത് കണ്ട് ഇങ്ങോട്ട് പോന്ന ഒലക്കാന്ന്. നാട്ടിലെന്റെ കേസൊക്കെ എനിക്ക് അറിയൂലേ? നിക്ക കളിയിലാണ്ടായപ്പോ മുങ്ങിതാന്ന്. ഈടെ പണി അന്വേഷിച്ചനെ വന്നിനി. എന്നിട്ടൊരു നാറിന്റെ കമ്പനിയിൽ ഞാൻ ഡ്രൈവറായിട്ട് കയറി. 6 മാസം എന്നെ വൃത്തിക്ക് പറ്റിച്ച്. ഒരു നയാ പൈസ ഒന്നും തന്നിട്ടില്ല. എനക്ക് ഭ്രാന്തായില്ലേ? എന്നിട്ട് ഞാൻ ഓന്റെ വണ്ടി എന്നെ അടിച്ചു മാറ്റി സ്ക്രാപ്പാക്കി പൈസ ആക്കി. അല്ല, അപ്പൊ പോലീസൊന്നും പിടിച്ചില്ല? പിറ്റേ ദിവസം ബുക്കിന്. പിന്നെ കുറച്ച് ദിവസത്ത് ആടുന്ന് കുറച്ച് കമ്പനിയൊക്കെ കിട്ടി. ഈ ചെറിയ പോക്കറ്റടി ഇതൊക്കെ ആയിട്ട് നടക്കുന്ന പിള്ളേർ. ഓരോ നോക്കുമ്പോ ഞാനാരി വലിയ വണ്ടിയെല്ലാം അടിച്ചു മാറ്റിയോ.
ആയിട്ട് എന്നെ പിടിച്ചങ്ങ് ആശാനാക്കി. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു കൂട്ടുകച്ചവടമായിട്ട് അങ്ങ് പോകുന്നു. നാട്ടിലത്തെ കേസ് തീർക്കാനായിട്ട് ഈടെ വന്നിട്ട് ഏടിപ്പോ കേസോട് കേസാന്ന്. അല്ല എന്നാലും ഇവിടുത്തെ കേസിനൊക്കെ ഒരു വില ഉണ്ട്. പിന്നെ ഈടെ കേസ് കൂടുന്തോറും നമ്മുടെ വിലയും കൂടും. അല്ല നിങ്ങൾ എന്താ പരിപാടി? അത് പറഞ്ഞില്ലല്ലോ, നമ്മളെ ചെറിയ സ്റ്റാർട്ടപ്പിന് പരിപാടിയൊക്കെ തുടങ്ങി. മൈക്കി അഡ്വർടൈസിംഗ്, യുവർ കീ ടു എ ബെറ്റർ ബിസിനസ്. കമ്പ്യൂട്ടർ പണിയാന്ന്. നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് പരസ്യത്തിന്റെ പരിപാടി ഇല്ലേ, അതാണ്. സൂപ്പർ തന്നെ. എന്ത് സൂപ്പർ കണ്ണ, ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കില്ല. എല്ലാം ശരിയാടാ. ഈ ഡയലോഗിന് മാത്രം യാതൊരു മാറ്റവും. നീ എല്ലാം നശിച്ച് പണ്ടാറടങ്ങുന്ന പറയാ. നിങ്ങൾ അങ്ങനെ നാക്കെടുത്ത് വളയ്ക്കല്ല കണ്ണ. പിന്നെ പറഞ്ഞു കേട്ടില്ലേ, അത് വിട്. നിങ്ങളിപ്പോ ഇവിടെ കുറച്ച് കാലം ഈ പരിപാടി തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിൽ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് ഉണ്ടാവില്ലേ? അപ്പൊ കുറച്ച് ബിസിനസ്സുകാരെ മുട്ടിച്ചെന്നൂടെ? നല്ല സിമ്പിൾ ബിസിനസ്സുകാരുണ്ടാവില്ലേ? എന്തിനി? ഇല്ല, ഇവർക്ക് ഈ പരസ്യങ്ങൾ ചെയ്യേണ്ടി വന്നാലോ? ഓ അയിനാ, അത് നമുക്ക് സെറ്റാക്കാം. നിങ്ങളൊന്ന് മുട്ടിച്ചെന്നാ മതി, പിന്നെ ഞങ്ങൾ പിടിച്ച് പിടിച്ച് പിടിച്ച്. പിന്നെ ഡൈലി എൻ്റെ വേണ്ട. അല്ല അങ്ങായി ആ സാധനം വണ്ടിന്റെ മുകളിൽ വെച്ചിട്ട് പോയി തോന്നാം. അല്ല ഞാനാണ് തോന്നി. ഇനി ഉമ്മാരി പണി കാണിച്ചാൽ തച്ചന്റെ കണ്ണുമുറ കൂടി ഉമ്മാക്കുന്നായി. അപ്പൊ എന്തിനകത്ത് എന്ത് താങ്ക് യു. ഇതെന്താ ബാർകോഡോ? നിനക്ക് ഫോൺ നിർത്തൂടെ? കുറെ നേരമായി. അതൊന്നുമില്ലടാ. അല്ല, എന്താണ് അടുത്ത പ്ലാൻ? കണ്ണെണ്ണം വിളിക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നും ഇരിക്കണ്ട മോനെ. അങ്ങേർക്ക് അങ്ങയുടെ പ്രശ്നം തീർന്നിട്ട് തന്നെ സമയമില്ല. പുള്ളി വിളിക്കടാ. ഓക്കെ, പുള്ളി വിളിക്കുമ്പോൾ വിളിക്കട്ടെ. പക്ഷെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നും കൂടി എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? നീ നിന്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റ്. എന്റെ മൈൻഡ് സെറ്റ് എന്താ പ്രശ്നം? പ്രശ്നമല്ലേ ഉള്ളൂ. അളിയ നീ കോടികളുടെ വർക്ക് മാത്രം നോക്കി നടക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. എടാ കുറച്ചുകൂടെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും മക്കളെ. അതാറി ഈ അത്യാവശ്യം വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരടുത്ത് ഈ സകലമാന ടീംസും പറയുന്ന ക്ലീഷേ ഡയലോഗ് നീ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണം മകനാ. ഓ ഇല്ല, ഉണ്ടാക്കണില്ല, ഞാൻ നിർത്തി. നിർത്തിക്കോ. ഞാൻ പിന്നെ അവർക്ക് ചെയ്യാൻ വേണ്ടില്ല ഞാൻ എന്റെ വലിയ ജോലിയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ആ ഫോൺ നിർത്തി തൊലയ്ക്കോ. ഫോൺ ഞാൻ എടുക്കൂലടാ പുല്ല്. നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇനി മേല ആരേലും എന്റെ ലാപ്പ് എടുത്ത നമ്മളെന്തിനാണ് അങ്ങനെ നടന്ന് മേടിക്കുന്നത്? നമ്മുടെ ഇവിടെ കണ്ണനല്ലേ? കമലി കാണാൻ യജാതി ക്യാരക്ടറാടാ. ഒരു പടം പിടിക്കണം. കോട്ടം പിടിക്കും. എടാ കുറെ നാളായില്ലേ ഈ മോന്ത സ്ക്രീനിൽ കാണിക്കണമെന്നോടെ നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം അത് കാണിക്കാൻ നോക്ക്, എന്നിട്ട് പടം പിടിക്കാം. എടാ നമ്മൾ ആദ്യത്തെ പരസ്യത്തിൽ ആദ്യത്തെ നായകൻ ഞാൻ. അതുവഴി ഞാൻ സിനിമയിൽ കയറും. നമ്മുടെ പരസ്യത്തിൽ അളിയ നിനക്ക് അന്യായ ആത്മവിശ്വാസമാണ്. നീ വല്ല മോട്ടിവേഷൻ സ്പീക്കറായിട്ട് നോക്ക്. നീ കണ്ടടാ നമ്മളെ കണ്ണെണ്ണെന്ന് വിളിച്ചോട്ടെ. വിളിച്ച ഇന്നത്തെ പൊറാട്ട അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. ഞാനേ ഒരു നന്നായി ചെറുപ്പം തടിച്ചിട്ട് വരാം. നിനക്ക് കാണാം. എന്തേലും കാണിക്കും. എന്ത് കാണിക്കാനാ? തൊണ്ട തുടങ്ങാൻ സമ്മതിക്കൂല. ഹലോ, മൈക്കിളല്ലേ? ഞാൻ മദന്ന. അയ്യോ എന്റെ ശരിക്കും പേര് മിഥുൻ രാജ് എന്നാണ്. അവൻ കക്കൂസിലാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോ ഹൗസ് നമ്പർ 47 പറയുന്ന ബൊമ്മേസ് മാമന്തപ്പ ഹൗസ് കട്ടെ ബാംഗ്ലൂർ 560049. ഇടത്തോട്ട് തിരിഞ്ഞാൽ പട്ടിക്കാടാണ്, വലത്തോട്ട് തിരിഞ്ഞാലാണ് വീട്. പേര് ലീല വിലാസ്. കുട്ടി മൈക്കിളിന്റെ ഗേൾഫ്രണ്ട് ആണോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്താണിത് തന്തോയം? മനുഷ്യനാൽ എപ്പോഴും വിഷമിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇടയ്ക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ? എന്നിട്ട് മൈക്കിൾ വിഷമിച്ചിരിക്കുകയാണല്ലോ.
മനുഷ്യനായാൽ എപ്പോഴും സന്തോഷിച്ചോണ്ടിരിക്കാനും പറ്റില്ലല്ലോ. ഇടയ്ക്കൊരു വിഷമൊക്കെ ആവാം. ആ നിന്നെ കാണാൻ നിന്നിൽ നിന്നും മുന്നിൽ വന്നേ താളത്തിലായി താലോലമായി മൂളുന്നതാരാണോ മിന്നുന്നൊരാവിൻ കൂടാരം മിന്നാവിന്നായി മിഥുൻ രാജ് വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. വരാതിരിക്കാൻ പറ്റുമോ? അടുത്തൊന്നും പോവില്ലല്ലോ അല്ലേ? മൈക്കിൾ എവിടെ? അകത്തിടന്നുറങ്ങുന്നുണ്ട്. ഹലോ, എന്നെ പറ്റിച്ചിട്ട് കിടന്ന് ഉറങ്ങാല്ലടാ. നീ എന്നെ പറ്റിച്ചിട്ട് കിടന്ന് ഉറങ്ങാല്ലടാ. ഇതാണ് എന്റെ ബാംഗ്ലൂർ, ഇതാണ് എന്റെ ബാംഗ്ലൂർ. ഒന്നും മിണ്ടണ്ട. നിനക്കെതിരെ പുരുഷ കമ്മീഷനിലെ കേസ് കൊടുക്കണേ. മിഥുൻ രാജ തൊട്ടടിച്ച് പല്യാൻ നേരത്തോട് പോ. കണ്ടുപിടിക്കില്ല വിചാരിച്ചോ? പറ മൈക്കിളെ, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞ്? എടുത്താ സീനാവുന്ന അറിയുന്നോണ്ട്. അത് ഫോൺ എടുക്കുന്നതിന് മുന്നേ നീ തീരുമാനിച്ച. പിന്നെ ഇവിടെ ഇപ്പൊ എന്താണ്ടായത്? എടാ, മനുഷ്യന് ക്ഷമയ്ക്കൊരു ലിമിറ്റില്ലേ? നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചത്? നിന്റെ കളിപ്പൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പണി തരാൻ വേണ്ടി വന്നതാ. പിന്നെ നീ ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്? ഞാൻ നിനക്കൊരു വാക്ക് സെറ്റ് ചെയ്യാൻ വന്നയാന്ന്. എന്താ വേണ്ടേ? വേണം. എന്നൊരു ചായ വല്ലേ? ഓക്കെ, രണ്ടെണ്ണം എടുക്കണം. ഇതിലും നീ എനിക്കിട്ട് പണിയാനാണ് ഭാവെങ്കിൽ മൈക്കിളെ നിന്നെ കൊന്നി ഞാൻ കുഴിച്ചു മൂടും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒഗിലിയാണ് സത്യം. നീ കാര്യം പറ. ബാംഗ്ലൂർ ഒരു സ്റ്റാർട്ടപ്പാണ്. അവരുടെ ഒരു കോർപ്പറേറ്റ് ആർട്ട് ഫിലിം. വലിയ ബാഹുബലി വർക്കൊന്നല്ല, പക്ഷെ എന്നാലും എന്തേലൊക്കെ എന്റെ പോക്കറ്റിൽ വന്ന് വീഴാനുള്ള വകുപ്പിയാണ്. അതിശയനെങ്കിൽ അതിശയം. നമ്മൾ ചെയ്യുന്നു, പൊളിക്കുന്നു, പൊരിക്കുന്നു. ഞാൻ പറയുന്ന ആദ്യം നീ ഫുള്ള് കേക്ക്. ഈ വർക്കിലെ ഞാൻ നിനക്കൊരു നയാ പൈസ തരില്ല.
റെമ്യൂണറേഷൻ ഇല്ലാതെ നീ എനിക്ക് വർക്ക് ചെയ്ത് തരുന്നോന്ന്. പൈസ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഓക്കെ, എനിക്ക് തരാനുള്ള 2.5 ലക്ഷം രൂപ തന്ന ഞാനിപ്പോ അങ്ങോട്ട് പോവാം. 2.5 ലക്ഷം രൂപ പട്ടി, നിനക്ക് ഓർമ്മയില്ലേ നീ എന്നെ പറ്റിച്ചിട്ട് പോയത്? അന്ന് ആ വർക്കിന് എനിക്ക് നഷ്ടമായത് 2.5 ലക്ഷം രൂപയാണ്. ഒന്ന് പോയത് പൈസ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഞ്ഞല്ല മൈക്കിളെ. എന്റെ പൊന്ന് ഗിരീഷ, ക്ലോസറ്റ് തലയിൽ തുടയ്ക്കാൻ എടുത്തോളൂ പോടാ. അതെ, എനിക്ക് പോവാൻ ടൈമായി. നീ നിന്റെ ഡിസിഷൻ പറ. ഞാൻ കഴിയാം. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിന്നെ വഴി അറിയിക്കാം. നീ ഇത് നല്ല വൃത്തിയിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്റെ എഡിറ്റിംഗ് ഉണ്ടോ? എഡിറ്റിംഗ് ഞാൻ ചെയ്യാം. എൻ്റെ മാക്കൊക്കെ ഉണ്ട്. എഡിറ്റിന്റെ പൈസ ലാഭായി. ലാഭോ? അല്ല, കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ടൈം കിട്ടുമെന്ന് പറഞ്ഞെടുത്തേക്കിട്ടാ. അയ്യോ, ചായ കുടിക്കുന്നില്ലേ? അയ്യോ, നിനക്ക് നല്ല ക്ഷീണം കാണും. നീ തന്നെ അങ്ങ് കുടിക്കാം. കൊള്ളൂല്ലേ? എന്താണ്ട് പൂക്കളോട്ട് വെച്ചിരിക്കുന്നത്? ഒരു സ്ട്രോട്ട് കൊടുക്കായിരുന്നില്ലേ? അല്ല, അവളെന്താണ് ലാഭത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു? ഒന്നുമില്ല. അപ്പൊ ഓക്കെ ബോയ്സ്, ഞാൻ പോവാണേ. മൈക്കിളെ പറഞ്ഞ പോലെ ബൈ. നിനക്ക് ഇത്ര നല്ല ചായ കണ്ടാക്കാൻ അറിയില്ലേ? നീ എന്താണ് പറഞ്ഞേ? കക്കൂസോ? ആരെ കക്കൂസ്? ഏതാണ് പെണ്ണ്? ഏതാണ് പെണ്ണ്? എന്റെ പൊന്നു ഗ്രീഷ, ഞാനൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഈ വീട്ടിൽ എനിക്ക് സിഗരറ്റ് വലിക്കാനുള്ള ലൈറ്റർ പോലില്ലല്ലോ. ഇത്രയും നല്ലൊരു കൊച്ച് നിന്നെ ഇമാതിരി ഇടി ഇടിക്കണമെങ്കിൽ നീ അമ്മാതിരി എന്റെ പണി ആൾക്കിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ബാക്കി പറഞ്ഞല്ലോ കേട്ടോ. ഇവിടെ ചേട്ടോ കൈയും കൂടി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നീ എന്താ പെണ്ണ് ചെയ്ത്? വാട്ട് ഡിഡ് യു ഡു ടു ദി ഗേൾ? എടാ, ഇത് അത്ര കേസൊന്നും അല്ല. എത്ര ചെറിയ കേസാണെങ്കിലും എനിക്കത് ഇതെങ്ങനെ ഇതിന്റെ അകത്തെത്തി? ഞാനൊന്നുമല്ല. ജോലിക്കുന്ന സൂര്യനെ കീഴെ പറക്കുന്ന കാക്ക. വാട്ട് എ ബ്യൂട്ടി. ഈ മഴയത്താ മൈക്കിളെ, നീ പ്ലേറ്റ് മാറ്റല്ലേ? കഴിഞ്ഞ ഡിസംബറിൽ കൊച്ചിക്ക് പോയില്ലേ? അത് ഇവളെ പിടിച്ചൊരു വർക്ക് ചെയ്യാനായിരുന്നു. പണ്ടാറടങ്ങാൻ അതൊരു ആനിമേഷൻ വീഡിയോ. എനിക്ക് പിന്നെ ആനിമേഷൻ അറിയില്ലല്ലോ. ഞാനതെടുത്ത് വേറെ അവനും ആനിമേഷൻ അറിയില്ല എന്നല്ലേ? ആ പൊട്ടന് തീരെ അറിയില്ല. അവൻ എന്നെ പപ്പും പൊടിയും മറിച്ച് കംപ്ലീറ്റ് ചളക്കാൻ. പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവള് നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യവളിയാ. അതുകൊണ്ടാണ് ഇത്രയും കാലം അവളെ മുന്നിൽ സുകുമാരക്കുറിപ്പ് കളിച്ചത്. നീ ഒരൊറ്റ എടുത്തിന് ഒറ്റ കൊടുത്തോണ്ട ഇത്രയും വഷളായത്. ചിരിക്കുന്ന കോഴി, കാട്ടുകോഴി. ഇനി മേലാൽ എന്റെ ഫോൺ എടുത്ത് കളിച്ചാൽ ഞാൻ എടുക്കും. എനിക്കൊരു തെണ്ടിയും പേടിയില്ല. കമനാളി കണ്ണൻ. തെണ്ടിയും പേടിയില്ല. അതല്ലടാ, അയാളുടെ മിസ് കോൾ. തിരിച്ചു വിളിക്കളി. ഹലോ എത്ര നേരമായി വിളിക്കുന്നത്? കണ്ണട, ഫോണ് സൈലന്റ് ആയി പോയി. നീ വേഗം എല്ലാരെയും കൂട്ടിട്ട് നമ്മുടെ ഏരിയയിലേക്ക് പോവാ. എന്തിന്? കാര്യം പറഞ്ഞാൽ ഈ വരൂ. എന്നാ ഈ വരണ്ട. അല്ലല്ല, നമ്മള് വരാം. എന്നാ ലാപ്ടോപ്പ് തലേനെ മറ്റേ കുരുത്തം കെട്ടാനൊക്കെ എടുത്ത് വണ്ടിയിലിട്ടിട്ട് വേമ്പാ. അതിന്റെ ടൂൾസ് കൊടുത്തു. എടാ, ടൂൾസ് ഒക്കെ എടുത്തു വരാനാ പറയുന്നത്. ടൂൾസാ? രാവണ ഇൻസെൻസ്. രാവണ മക്കളാ. നമസ്കാരം. ഇതെന്താണ് അരിക്കടയോ? റേഷൻ കടയാണോ? എന്താ ഈച്ച പറഞ്ഞില്ലേ? ടൂൾസാ? ഓ, ഇതെല്ലാം കേറുവാ. അതെ, കേറ്. അതെ, ഇതെന്താ? ഈ ഇന്നലെ പറഞ്ഞിട്ടേ ആളെ മുട്ടിച്ചേരാൻ. ക്ലയൻസാ? അതെന്ത് സാധനോ? ബെസ്റ്റ്. ഞാൻ ഒരു ചായ കുടിച്ചിട്ട്. നമ്മുടെ അടുത്ത് പരസ്യം ചെയ്യണം പറഞ്ഞ ആൾക്കാരില്ലേ? പരസ്യം ചെയ്യുന്ന പറഞ്ഞിട്ടാ നമ്മ പറഞ്ഞ ചെയ്യിക്കണം. ഓ, പിച്ച്. അതല്ല, വലിയ കോർപ്പറേറ്റ്സ് ഒന്നും ഇല്ലേ? കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒന്നും ഇല്ല. അതല്ല, ഈ കോടികൾ വെച്ച് അമ്മാനവാടി കളിക്കുന്ന ആൾക്കാരില്ലേ? അവരെ നമുക്ക് വേണ്ട. എന്തെന്നാന്ന് പറയുന്ന എന്റെ മൈക്കിളെ, ഈടെ രാവിലെ ആന്ധ്രയിൽ ലോഡും കൊണ്ട് ലോറി വന്നു കഴിഞ്ഞാൽ കോടിക്കണ കച്ചവടാന്ന്. +2 പാസ്സായിട്ടില്ല. MBA ആണ്. ആ, അതാണ്. വല്ലതും നടക്കുമോ ഇവിടെ? എന്തായാലും നമ്മൾ നടക്കും.
தம்பி கனககுமார் ஒழிச்சிட்டிருக்கியாடா நீ? நான் இங்க பிரச்சனைக்கு வந்ததே இல்ல, பேசுறதுக்கு தான் வந்தேன். இது நம்ம பசங்க தான், இவருக்கு கொஞ்சம் பேசணும். உனக்கு ஏதாவது பிரச்சனை இருக்கா? இல்ல இல்ல. You don't really mess with the best like this. Killer instincts on my head like this. If you wanna try me, that's a hit and a miss. Ayy, the bomb going tick, yeah, villainous this. Say what? Got a full-time break. എന്താ ഇവിടെ നമ്മള് ഇത് കാണിച്ചുകൊണ്ടോ? Living in the mind of the devil inside. Ayy, hell of a lie. Yeah, kidding that I fight like. Call me the low when I come with a gun. Show me some love, the trap back I'm wrong. This I come with my crew, but I like the music. Come out the studio, put you in a coma, medical induced. Pull out the Glocks and call it a bust. Respect. ಅಣ್ಣ ವಣಕ್ಕಂ ಅಣ್ಣ. ಹಾ ಕಣ್ಣನ್ ನಮಸ್ಕಾರ. ಹಾ ನಾನ್ ಚೆನ್ನಾಗಿದೆ, ನೀವ್ ಹೇಗಿದ್ದೀರಾ? சூப்பர்ண்ண சூப்பர். யார் இவரு? இவ நம்ம பசங்க, இவருக்கு கொஞ்சம் பேசணும். பேசுற சார் நான் வந்து அந்த மைக்கி அட்வர்டைசிங் சார், ஒரு அட்வர்டைஸ்மெண்ட் இருக்கு சார். ரொம்ப நல்ல സ്ഥലം சார். ഓ വരുന്ന സ്ഥലം സാർ. അവിടെ വന്ന് നമ്മൾ കൊത്തി 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 ഇടും, അതിൽ വിത്ത് 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 ഇടും. വെട്ടി വെട്ടി കൂടെ മുറിച്ചിട്ട് ചാടിയാക്കി. One, let it sound better. One, when I come with a gun, I one with the one, no wonder what I want. അത് വാങ്ങിയിട്ട് സാർ இதுதான் சார் കഴിച്ച് വയറ് ഫുള്ളായിട്ട്. സാർ இதுதான் அந்த கான்செப்ட். ಏನಾದ್ರು ಬೇಸರ ಅಣ್ಣ ಸಕ್ಕತ್ತಾಗಿತ್ತು, ಆದ್ರೆ ನಾವು ತಿನ್ನುವ ರೈಸಿಗೆ ಅಡ್ವರ್ಟೈಸ್ಮೆಂಟ್ ಏನಕ್ಕೆ ಬೇಕು? சார் அதல்ல சார், ரொம்ப thanks. Say what? Let's go. അരി ഇല്ലെങ്കിൽ പച്ചക്കറി. வாடா. Let's go. You don't really mess with the best like this. Killer instincts on my head like this. If you wanna try me, that's a hit and a miss. Ayy, bomb going tick, yeah, villainous this. Say what? Got a full-time break, tornado. Together if you wanna describe the levels. That's in the side, the devil inside. Ayy, hell of a lie. Yeah, kidding that I fight like. இவ நம்ம பசங்க விஷயத்தை பத்தி கொஞ்சம் பேச. என்ன சொல்லுடா, வாடா. சார் ഇതിന്റെ കാർഡ് திரும்ப காட காசுற விஷயத்த சொல்றா. ഓക്കെ സാർ, ഞാൻ വന്നൊരു അഡ്വർടൈസ്മെന്റ് സാർ. അതെ സാർ, നമ്മൾ നല്ല തുറസായി സാർ. അവിടെ നമ്മൾ കുത്തി 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 ഇതാണ് നമ്മുടെ പരസ്യം സാർ. சூப்பரா இருக்குடா. ஆனா ஒரு சின்ன பிரச்சனை. கதை நான் சொல்லுவேன். அந்த மாதிரியே ஷூட் பண்ண முடியுமா? ஓகே சார். ஓகே தானே? ஒரு சண்டே மார்னிங் மார்க்கெட்ல யாரும் இல்லை. அப்ப ரோட்ல நான் இப்படியே நடந்து வருவேன். அப்படி நடந்து வரும்போது மழை பெய்யணும். ஆனா அந்த மழையில தண்ணி இருக்க கூடாது. தண்ணிக்கு பதிலா அவரைக்காய், வெண்டைக்காய், வெங்காயம், பூசணிக்காய் அது எல்லாம் விழணும். அந்த டைம்ல நான் கைய தூக்கி நிப்பேன். அப்ப வருவேன். என்ன சொல்லு, அதுக்கு டைட்டில் தானே. அப்ப டைட்டில் வரணும். KK Traders பச்சைக்கறி பூமழை. சூப்பரா சூப்பரா சூப்பர்ல சும்மா வாடா. சார் சூப்பர் ஸ்டோரி சார். ரொம்ப இமோஷனல் கலெக்ஷன் இருக்கு சார். ரொம்ப விஎஃப்எக்ஸ் எல்லாம் பண்ணி நல்ல கலர்ஃபுல்லா பண்ணாங்க. அது வந்து ஒரு 20-25 lakhs செட் ஆகா சார். 25 lakhs என்னடா அது? ஒரு 10,000க்கு பண்ண முடியுமா சார்? 10,000க்கு சாதா மழை போலும் பெய்யாத சார். வேணாண்டா, இந்த பச்சைக்கறி மழை என்னால முடியாதுடா. ഇതൊന്നും ശരിയാവില്ല കണ്ണണ്ണ. വേറെ വല്ല പണിക്കും പോണ്ടി വരും. ഇങ്ങനെ വിഷമിക്കല്ലപ്പാ, ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ശരിയാക്കാന്ന്. മച്ചി, ഡേയ് മച്ചി, നിൽടാ. ദൈവം വേറെ. ബൈഡാ. പറ മച്ചി. രണ്ടിനും പ്രാന്തം.
കണ്ണണ്ണ, എന്റെ പൊന്നു കണ്ണണ്ണ, ഐ ലവ് യു കണ്ണണ്ണ, ഐ ലവ് യു. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇത്രയും വില ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കാര്യം പറയാറോ? വർക്ക് സെറ്റായി. എന്താണ്? സൺസ് പുള്ളിയുടെ കടയ്ക്ക് ഒരു കില്ലർ ഞാൻ പറഞ്ഞിട്ടേ എന്താണ് നീ ഇതിനോ? ഞാൻ നമ്മുടെ കുഞ്ഞപ്പൻസ് കഞ്ഞിക്കട അടുത്ത് വീശി ഉസ്താദ് കഴിവുള്ളവനാട്ടോ. നിനക്ക് ഈ ബോർഡ് പണിയല്ലാതെ വേറെ ഒന്നും ഉറങ്ങിടാൻ മാത്രം. ബോർഡിന് എന്താണ് കുഴപ്പം? ഇത്രയും കാലം അതൊക്കെ തന്നെയല്ലേ ചെയ്തേ? അല്ല, നീ ആയിട്ടൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഞാനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇമാരി ചാണപ്പുളി വർക്കല്ല. ഞാൻ ഈ പരിപാടി തുടങ്ങി. ചാണപ്പുളി വർക്ക് ബോർഡോ? നിനക്ക് പണ്ടോട്ടുള്ള അസുഖമാണ്. ഞാൻ വർക്കും കൊണ്ട് വരുമ്പോ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, ചാണപ്പുളി വർക്കെന്ന്. ചങ്ങായി അതെല്ലാം വിട്. പൈസ കിട്ടുവാ? 5000 രൂപ കിട്ടി അഡ്വാൻസ് ആയിട്ട്. ഇന്നലെ എന്റെ ഒരു ഹാഫ് ഫുൾ മഗ് നക്കലിന് മാത്രം ഒരു കുറവുമില്ല. കണ്ണട രണ്ടെണ്ണം അടിക്കില്ലേ? നിങ്ങോട്ടോ, എനിക്ക് വേറെ പണിയുണ്ട്. നമ്മൾ നേരത്തെ ഒരു നാടനെ കണ്ടിട്ടേ, ഓനെ ഞാൻ കുറച്ച് ദിവസമായി ഒരു പണി വാങ്ങിച്ചിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഓൻ പണി തന്നിട്ടില്ലല്ലോ. അപ്പൊ ഓനുള്ള പണി ഞാൻ ഇന്നെ കൊടുക്കാം. എന്തേ ഓക്കെ കണ്ണട കൊല്ലണ്ട. വിട്ട വിട്ട. ഓക്കെ കണ്ണട. എങ്ങടാ ഇருக்கு? സീക്രം പാടാ മുണ്ടക്കള. സീക്രം ആണ് മുണ്ടം എന്നും പറഞ്ഞ പുള്ളി പോണൊരു വെപ്പുണ്ട്. 2.5 മണിക്കൂർ മാസം പടം കണ്ട് എഫക്റ്റ് ആയിരുന്നു എന്റെ പൊന്നു. അവൻ്റെപ്പാ ഇപ്പം മാസാണെങ്കിൽ എന്താ ക്യാഷ് വരുമ്പോ ക്ലാസ് അല്ലേ? എന്നാലും നീ പറഞ്ഞത് വെച്ച് അങ്ങേര് വിളിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അതേടാ, പുള്ളിനെ നിങ്ങൾക്ക് അറിയാനിട്ടാ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ പിന്നെ പുള്ളി കംപ്ലീറ്റ് എഫേർട്ട് അതിലിടും. പക്ഷെ ഇന്നത്തെ ഈ സന്തോഷം അത് നീ കൊണ്ടുവന്നാടാ. ചുമ്മാ പോടി. അതല്ലടാ, എനിക്ക് നിന്റെ വർക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരി, പക്ഷേ നീ എനിക്ക് കള്ള് മേടിച്ചു തരും, നീ എനിക്ക് അച്ചാറ് മേടിച്ചു തരും, എന്റെ ചക്കരക്കൂട്ടല്ലേ മൈക്കിളെ. ഫോൺ എടുക്കട്ടോ പുള്ളി. സോറി. എടാ കിരണാടാ, വാ 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 വാ, വീഡിയോ കോളാ വീഡിയോ കോളാ. എന്റെ ചെലവാ പറഞ്ഞു. എന്നും ഒരു സെക്കൻഡാ, വർക്കിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചാ. നമ്മുടെ ഒരു അമ്മാവനുണ്ട്, ശങ്കരമ്മാവൻ. പുള്ളിയപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. അപ്പൊ പുള്ളി ചിലപ്പോ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സീനൊന്നും ഇല്ലല്ലോ? എടാ നമുക്ക് എന്ത് സീനടാ, നീ ധൈര്യമായിട്ട് വരാൻ പറ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പണി ചെയ്യാം. പുള്ളിക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളി നാളെ രാവിലെ അവിടെ എത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടാവും. ഓക്കെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ചെറിയൊരു തിരക്കിലാണ്. ഓക്കെ, അടിപൊളി. ഇവിടെ നമുക്ക് മൂന്നുപേർക്ക് പട്ടിണി എടുക്കാൻ തയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു തൊലി ഞാൻ അവൻ ഇനി അയാളുടെ മുറുക്കാമ്പതിയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. നീ എന്ത് വർത്തനാണ് ഈ പറയുന്നത്? അവന്റെ വീട്ടിൽ അവന്റെ അമ്മാവൻ നിൽക്കുന്നതിന് ഇവനെന്താണ് സീൻ? ഓ, അത് ശരിയാണല്ലോ. നമ്മളിവിടെ കുറെ കാലം നിന്നപ്പോഴേ ഞാൻ മറന്നുപോയി. അവനെ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെട്ടത്. അതെന്താ? അല്ല, അതുകൊണ്ടാണല്ലോ അവൻ പ്രൊമോഷൻ വാങ്ങി സ്റ്റേറ്റ്സിലേക്ക് പോയതും അവന്റെ ഈ വീട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതും. ശരിയാണ്. കറക്റ്റ്. എന്താ പറഞ്ഞേ? സ്മിർനോഫ് ഒഴിക്കണം നാരി. സ്മിർനോഫ് ഒഴിച്ചോണ്ടിരിക്കാനുള്ള ചക്കരെ മുട്ടിച്ച്. ആൽക്കഹോളിക്സ്. വീണ്ടും ബാംഗ്ലൂർ നിർത്തുവോ? ഫ്രീ ആണെങ്കിൽ എന്താ നല്ല റൂം എടുക്കുന്നുണ്ട്. അതൊന്ന് ഒതുക്കി ഒതുക്കി. ആർത്തടി വണ്ടി വന്നേ. ഏത് ഈ വണ്ടിയൊക്കെ? പട്ടി പട്ടി അതല്ലടാ, ശരിക്കുള്ള പട്ടി. ഇവിടെ എനിക്ക് വെള്ളമടിക്കാൻ പൈസ ഇല്ല, പിന്നെ ചെടിക്ക് വെള്ളമടിക്കാൻ നോക്കുവോ? വന്നിരിച്ച സാർ
അടിച്ചിക്കല അപ്പ വിട്ടോ എന്തുവാടേ ഇത്? പൊന്നാപുരം കോട്ടയോ? കൂട്ടി വെച്ചേച്ചും പോവാൻ. ശങ്കരൻകുട്ടി. ആരാ കോനെ തൂ ആരാ? അമ്മാവൻ ശങ്കരമ്മാവൻ. മദൻ കുമാർ. അമരൻ വീടാണല്ലോടാവേ. പക്ഷേ വെളിപ്പെടുക്കാൻ എന്നായി? പുറത്ത് ഗാർഡനുണ്ട്, അവിടെ പെടുക്കാം. ഗിരീഷ്, ഇന്നലെ ഒരു ഓൾഡ് മോക്കിന്റെ ബലത്തില് ഒറ്റ പിടിപ്പീര കോട്ടയത്ത് നിന്ന് ഇതുവരെ നല്ല ക്ഷീണം. ഒന്നുറങ്ങണം. അതാണ് ബെറ്റർ. അവിടെ കിടന്നോളൂ. താങ്ക് യു മൈ ബോയ്. താങ്ക് യു. ആ മക്കളെ, നിങ്ങൾക്ക് ഇന്ന് എന്നാ പരിപാടി? ഒരു ക്ലൈമറ്റിംഗ്, ഒരു ഷൂട്ട്, ഇതൊന്നുമില്ല, നമ്മള് ഫ്രീയാ. എന്നാ ഒരു കാര്യം ചെയ്യും, പോയിട്ട് 3 ഫുൾ ഓൾഡ് മോങ്ക് 2 കിലോ ചിക്കനും മേടിച്ചേച്ചു വാ. മൈക്കിള് മാത്രം അടിക്കുള്ളൂ. എടാവേ 2 എനിക്കാ, 1 അവനും. ഇത് മാത്രല്ലടാ, പുറത്ത് വേറെ വലിയൊരു സാമാനുണ്ട്. ആ സാമാനത്തിന്റെ കീ വേണോടാവേ? എന്നാ പിടിച്ചു. ഗുഡ് നൈറ്റ് മൈ ബോയ്സ്. സ്വീറ്റ് ഡ്രീംസ്. ഓക്കേ. വെറുതെ അല്ല, നിന്നെ ആർക്കൊരു വില ഇല്ല. മാവ അത് ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കട്ടാ. ഈ കുരുത്താടാവേ. പെട്ടെന്ന് അരിഞ്ഞോ, ഉള്ളി പോയി കറി വെക്കാനുള്ളതാ. എടാ ഉള്ളി കൂനു കൂനാന്ന് അരിയണം. അപ്പടി അല്ലടവേ, ഇത് ഗുമു ഗുമാന്നല്ലേ ഇരിക്കുന്നേ. കുനു കുനാന്നിരിക്കണം. അന്നേരം ആ കറി കൊഴുകൊഴാന്നിരിക്കത്തുള്ളൂ. വാടാ മൈക്കിളെ, മുട്ടിക്ക്. സെറ്റ് മുട്ടിച്ച്. എടാ, നിനക്ക് ഇമ്പോസിഷൻ കിട്ടിയൊന്നല്ലോ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കാൻ. ആ അപ്പ പറയടാ പിള്ളേരെ, നിങ്ങൾക്കൊക്കെ എന്നാ പണി? എക്സ്ക്യൂസ് മീ, 1 സെക്കൻഡ്. എവിടേക്കാ? അല്ല, നമ്മുടെ ബിസിനസ് കാർഡ് എടുക്കാൻ അമ്മാവനെ കാണിച്ചു കൊടുക്കാൻ. ഇവിടെ ഇരുന്നേച്ച് പറഞ്ഞോണ്ടാ മതി. സി അമ്മാവൻ, നമ്മളൊരു പ്രൊഫഷണൽ അഡ്വർടൈസിംഗ് ഏജൻസി നടത്തുകയാണ്. ഇറ്റ്സ് കോൾഡ് മൈക്കി ആൻഡ് കമ്പനി. യുവർ കീ ടു എ ബെറ്റർ ബിസിനസ്. അല്ല, അതാ പേര്. പേരിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കാടും ഇല്ലയോ? ഭയങ്കര ക്രിയേറ്റീവാ ഇവൻ. നമ്മളും ഇതിന്റെ കൂടെ തന്നെയല്ലേ? കൂടെയൊക്കെ തന്നെ, പക്ഷെ നമ്മുടെ സ്ട്രീമേ വേറെ. നമുക്ക് ഈ വീഡിയോ പരിപാടീസ് ഒന്നുമില്ല. നല്ല ഡിസൈൻ, നെയിം ബോർഡ് മുതലെന്ന് പറഞ്ഞല്ലേ എല്ലാവരും അറിയും. അപ്പൊ നമ്മളോ? നമ്മളൊരു സിനിമാ പ്രേമിയാണേ. ആഹാ, അത് കൊള്ളാം. നേരത്തെ പറയുന്നത് നമ്മളെ വർക്കിലൂടെ സിനിമക്കാരനാണ് ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. അതും കോഴിക്ക് മുതൽ വരുന്നൊക്കെ ഒരുമിച്ചായിരിക്കും. അപ്പോഴാവേ ഈ ചിക്കൻ ബ്രസ്റ്റോ. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മാവന്റെ വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്? എടാവേ, നമുക്ക് വിശേഷമല്ലേ ഉള്ളൂ. മൂത്തവൻ 5.5 ഏക്കർ റബ്ബർ, അതിന് താഴെയായി 2.5 ഏക്കർ കുരുമുളക്, പിന്നെ ഇളയവൻ കുറച്ച് ഇഞ്ചി. എല്ലാം കോട്ടയത്ത് തന്നെ. ഇതൊക്കെ മക്കൾക്ക് ഇപ്പോഴേ എഴുതി കൊടുത്തോ? അല്ലടാവേ, ഇവരൊക്കെ തന്നെ എന്റെ മക്കള്. അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ലേ? ആ എന്നാ, കല്യാണം കഴിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കോണെന്ന് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അപ്പൊ അമ്മായിയോ? ആ, അവള് പോയി. അയ്യോ, എന്തുപറ്റി? അതല്ലടാവേ, അവള് കാശ്മീരിലോട്ട് ഒരു റൈഡ് പോയത്. അതുകൊണ്ടല്ലടാവേ അവളെ കൂടെ കൂട്ടിയത്.
ആ എന്നാ ഫ്ലാഷ് ബാക്ക് പറയാനാടവേ കൂടെ പോരുന്നോന്ന് ചോദിച്ചു അവൾ ഇങ്ങ് പോന്നു അത്രേ ഉള്ളൂ. അങ്ങനെയല്ല എങ്ങനെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എടേ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരു ക്ലീഷയാ ഊക്കലിട്ട്. ശങ്കർജി നിങ്ങൾ തീരെ റൊമാൻറ്റിക് അല്ല. അത് നീ അവളോട് പോയി ചോദിക്കും. ഉള്ളി എടുത്തടാ മൈക്കിളെ. ഉള്ളി ഉള്ളി അതല്ല വലിയ അത് തിന്നണ്ട, ഇത് വേണമെങ്കിൽ തിന്നും. എനിക്ക് നമ്മൂനെ കാണണം. ഏ? നമ്മൂനെ അതാരി നർമ്മദ. ഇന്നലെ വന്ന അവള് നിനക്ക് ഞാമോ ഇത്രയും നാളെ കൂടെ കിടന്നതിനെ നീ മൈക്കിളൊന്നും ഒത്തറിയല്ല വേറെ എന്തെങ്കിലും വിളിച്ചോണ്ടാ. എടാ മൈക്കിളെ, എടാ മൈക്കിളെ നീ പൊളിയാടാ, പക്ഷേ അത് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. കഷ്ടമാണ് നീ പൊളിയാണെന്ന് നിനക്ക് പോലും അറിയത്തില്ല. മോനെ മുത്തേ ഗീഷ, നീ ചക്കരയാടാ വെങ്കൊഴിയടാ. അയ്യോ കള്ളു തീർന്നോ? അതൊക്കെ എപ്പോഴേ തീർന്ന്. നിങ്ങൾ കള്ളിൽ ആറാടുകയായിരുന്നു അമ്മവ. അപ്പൊ നാളെ രാവിലെ പല്ല് തേക്കാൻ എന്നാ ചെയ്യും? പേസ്റ്റ് തരാം. അതാ പറഞ്ഞ കള്ളിൽ ആറാടുകയായിരുന്നു. പിന്നെ ഇത് പൂജയ്ക്ക് വെക്കാനുള്ളതാന്നോ? അങ്ങനെ ചോദിക്കേ. എടാ മൈക്കിളെ, നീ രാവിലെ തന്നെ പോയി 2 ഫുള്ള് എടുത്തേച്ചും വാ. പിന്നെ വരുന്ന വഴിക്ക് ആ റെയിൽവേ പാരലൽ റോഡില് എന്റെ ഫ്രണ്ട് ഒരു സാധനം തരും, അതിങ്ങ് വാങ്ങിയേച്ചും പോരെ. സെറ്റ്. അയ്യോ വയ്യ, കുടി നിർത്തികളിയാ, ഇനി മേലാലി മേടിക്കില്ല. എടാ അങ്ങേര് ഇങ്ങോട്ട് തന്നെയാണ് വരാന്ന് പറഞ്ഞത്. ഈ അമ്മാനെ വിളിച്ചു നോക്ക്. എടാ അദ്ദേഹത്തിന് അമ്മാവന്റെ വണ്ടി കണ്ട അറിയുന്നല്ലേ പറഞ്ഞ്, ആരെങ്കിലും കയറിയിരിക്കും. കുറച്ചുപേരോട് നോക്കുക. ശങ്കൂസ് ഫ്രണ്ട്സ്. ഓക്കേ ഗയ്സ്. പൊള്ളി മനുഷ്യൻ തന്നെയല്ലേ. ചെസ് ബോർഡിലെ കുതിരനെ പോലെ ഉണ്ട്. എടാ ഈ കുതിരക്ക് കൊടുക്കുന്ന സാധനല്ലേ, അത് നമുക്ക് അമ്മാവനോട് അടിച്ചങ്ങനെ ജില്ല് ജില്ലെന്നിരിക്കണം. എന്തൊക്കെ സാധനം എന്താ മൈക്കിളെ, എന്നെ കണ്ടിട്ടുള്ള ഹെഡിങ് ആണ്? അല്ല സാറേ, ഞങ്ങളെ ചുമ്മാ പോവല്ലേ? എന്നിട്ട് പറ സാറേ. അന്നങ്ങനെ പറ്റിപ്പോയതാ സാറേ. ഏത് 6-ാം തമ്പുരാന്റെ കഥയും കൊണ്ട് പരസ്യം ചെയ്യാൻ വന്നാണോ മൈക്കിളെ പറ്റിപ്പോവല്? സാറേ അങ്ങനെയല്ല, നമ്മളൊരു മാർവാടി ഓഫീസർ എന്നുള്ള ധൈര്യത്തില് വന്ന് പറ്റി നോക്കി. ചെയ്യുന്നതിലൊക്കെ ഒരു ജെന്യൂനിറ്റി വേണ്ടടൂ. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണോ? അയ്യോ സാറേ, ഞങ്ങള് ഒറിജിനലും ഉണ്ട്, വേറെ ഉണ്ട്. എന്നാ പിന്നെ അതും കൊണ്ട് വരായിരുന്നില്ലേ? അത് മറ്റൊരു കമ്പനിക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു സാർ. നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയാണെങ്കിൽ ഇത് അധികകാലം ഓടും തോന്നുന്നില്ല. സാറേ ഒരു ചാൻസ് തരാൻ പറ്റുമോ സാർ? ഒറ്റ ചാൻസ് പ്ലീസ്. എന്നിട്ട് അടുത്തത് ഏതാണ്? നരസിംഹോ അതോ വലിയേട്ടനോ? സാർ അങ്ങനെയല്ല, ഒരിക്കൽ തോറ്റെടുത്ത് ഞങ്ങൾ പിന്നെ തോക്കൂല സാറേ. അതെ സാർ, ഞങ്ങൾ പിന്നെ വഴിക്ക പോവല്ല. നിങ്ങളന്ന് വന്നു പോയതിനു ശേഷം കുറേ ഏജൻസീസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കൺഫേം ആയിട്ടില്ല. നിങ്ങൾ നല്ലൊരു പിച്ചായി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. സാർ തീർച്ചയായിട്ടും സാർ. പക്ഷേ ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല. അത് നിങ്ങളുടെ നല്ല പിച്ചാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പുഷ് ചെയ്യാൻ പറ്റും. സാർ ഞങ്ങൾ എന്തായാലും എന്തായാലും സാറേ വരും. അങ്ങനെയാണെങ്കിൽ വന്നാലും നടക്കട്ടെ. ഏതാ ബ്രാൻഡ്? ഞങ്ങൾ റബ്ബർ. ഓ റബ്ബർ തന്നെ. റബ്ബർ മാത്രമേ ഞങ്ങൾ അടിക്കാറുള്ളൂ. ഞങ്ങൾ വീട്ടിലും വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നമ്മൾ അടിക്കാറ്. ഉറപ്പിക്കാം.
ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. കൊണ്ടോയി ആറ്റി കളയണം. ഇതിനെന്താ പ്രശ്നം? ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ആറ്റിക്കളയാനാ? അല്ല അമ്മാവനൊന്ന് പറഞ്ഞേ, ഇതെന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാ. സൂപ്പർ ആയിട്ടുണ്ട്. നീ ആ കഥ ഒന്നുകൂടെ പറഞ്ഞേ. അമ്മാവനെ കഥ മനസ്സിലായിട്ടില്ല. മിസ്റ്റർ അമ്മാവൻ, ഇത് വളരെ ഡിഫറെന്റ് ആൻഡ് ന്യൂജൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ലോക്കൽ ഡെസ്റ്റിനേഷൻ വെഡിങ്. ഇതിനു മുമ്പ് എവിടെയും കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കുട്ടനാടൻ കായൽ, അതിന്റെ ഒറ്റ നടുവിൽ 5-6 വഞ്ചികൾ നിർത്തിയിട്ടുള്ള സമതല പ്രതലം. അതിന്മേലാണ് നമ്മുടെ വരണം കൂട്ടര് നിൽക്കുന്നത്. ആ ദൂരെ വിദൂരതയിൽ സൂര്യാസ്തമയ വേളയിൽ മഞ്ചിൻ തുഴഞ്ഞു വരുന്ന സർവാഭരണ വിഭൂഷിതയായ നമ്മുടെ നായിക. ഇനി അതൊന്നുകൂടെ പറഞ്ഞേ. അതായത് സൂര്യാസ്തമയ വേളയിൽ വഞ്ചിൻ തുഴഞ്ഞു വരുന്ന സർവാഭരണ വിഭൂഷിതയായ നമ്മുടെ നായിക. അങ്ങനെ അല്ലടാ, നീ നേരത്തെ പറഞ്ഞ പോലെ വർണ്ണിച്ച് പറ. അതായത് വഞ്ചിൻ തുഴഞ്ഞു വരുന്ന നല്ല തങ്കക്കുടം പോലത്തെ വെളുത്ത് വലിയ നമ്മുടെ നായിക. അയനാടാവേ കറുത്തവര് സ്വർണ്ണട്ട എന്നാ കൊള്ളത്തില്ല. അങ്ങനല്ല മാവാ, ഇതൊക്കെയാണല്ലോ ഇതിന്റെ ഒരു പതിവ് രീതി. പതിവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തിനാടാവേ? അല്ല ശങ്കർജി, ഈ പരസ്യമൊക്കെ ആവുമ്പോ കുറച്ച് ഗ്ലാമറസ് ആവണ്ടേ? കറുത്തവർക്ക് എന്നാടാ ഗ്ലാമർ ഇല്ലയോ? എടാ പിള്ളേരെ, നിങ്ങൾ അമ്മായി ഒന്ന് കാണണം. കറുത്ത് തടിച്ച് അസൽ കരിവീട്ടി പോലിരിക്കും. കാശ്മീർ മലമുകളിൽ വെച്ച് അവളെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ നീ പറഞ്ഞ പോലെ സർവാഭരണ വിഭൂഷിതയൊന്നും അല്ലായിരുന്നു. നൂല് പോലത്തെ ഒരു മാല, കടുകുമണി പോലത്തെ ഒരു മൂക്കുത്തി. പക്ഷേ അവളുടെ മേത്ത് ആ സ്വർണം കിടക്കണ കണ്ടപ്പോ പൊന്നും കുടത്തിന് പൊട്ടുവെച്ച പോലെ ഇരിക്കും. കറുപ്പ് മഴകട. സൗന്ദര്യം എന്താണെന്നറിയുന്നവർക്ക് മാത്രം ആസ്വദിക്കാനുള്ള അഴക്. നമുക്ക് കറുപ്പ് മതിയട മൈക്കളെ. നിങ്ങൾ ഒടുക്കത്തെ റൊമാൻറ്റിക് ആയിരുന്നല്ലേ ശങ്കർജി? പോയി പെഗൊഴിയടേ. അല്ല പിന്നെ രണ്ടെണ്ണം ഒഴിക്കും. കറുപ്പ് പതിവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ പിന്നെ തോക്കൂല സാർ. സെറ്റ്. ന്യൂസ് മേക്കർ പുരസ്കാരം മലയാളികളുടെ അഭിമാനമായ അഡ്വർടൈസിംഗ് ടൈക്കൂൺ മൈക്കിൾ കാട്ടൂക്കാരന്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം മൈക്കിൾ കാട്ടൂക്കാരൻ ചെയ്തതെന്തെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. Mikey Advertising, your key to a better business. വല്ല നടന്നാ മതിയായിരുന്നു. ಮಾಲೆ ಸಾಸಿವೆ ಮಣಿಯಂದಿರುವ ಮೂಗುತಿ ರಾಮತೀರ್ಥ ಜ್ಯುವೆಲ್ಲರಿಗೆ ಸ್ವಾಗತ. ഇത് കപ്പ് ബണ്ണതന്റെ സുന്ദര. ഓ പൊളിച്ചു അളയത് നമ്മളേതാണെന്ന് ആരും പറയൂല. നമ്മൾ ചെയ്താന്ന് പറയണം എന്നാലേ കാര്യമുള്ളൂ. അങ്ങനല്ല അളയ സംഭവം നീ ഒരു മണ്ടനാണെങ്കിലും അമ്മാവന്റെ വോയിസ് ഓവർ വയ്ക്കാനുള്ള ബുദ്ധി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മൈക്കിൾ എന്നും പൊളി സാധനങ്ങളെ ചെയ്തിട്ടുള്ളൂ. നിനക്കൊക്കെ അത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതില് പിടിച്ച് നമ്മളൊരു 1-1.5 കളിയുണ്ട് മോനെ. അവിടെ റിപ്ലൈ ഒന്നു വോയിസ് ഓവർ റിജക്റ്റഡാ.
ഞാൻ അപ്പോഴേ പറഞ്ഞു അമ്മ വേണ്ട നമ്മു മതി പൂത്തുലഞ്ഞ നീലവാനം ഹൊയ് പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം ഹൊയ് കെ ടെക്നോളജീസ് നല്ല ഊള ഡിസൈനും ഷഡ്ഡി ലോഗി കഷ്ടം തന്നെ അയ്യോ പോയോ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം കുറേ കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനൊരു നടത്തം അല്ല വർക്കിന് വേണ്ടിയുള്ള ഈ നടപ്പേ വാട്ട് എ വണ്ടർഫുൾ വർക്ക് ഫോർ ദ വർക്ക് ഒരുമാതിരി ട്രെയിനിങ് കിട്ടാത്ത പോമറൻ്റെ സ്വഭാവം നീ മുന്നാലേ പോയ ഞാൻ പിന്നാലെ വരാം Are you guys going out by any chance? ഇല്ല സാർ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും No, sir. Why don't we discuss about the shooting plan? The last time you bought me a bunch of monkeys and they mucked it up. But this time I want the best team. Sir, trust me. I know them personally. They will do the best job. Perfect. But any director ke location onnudi kaandi varuvo? Not really, sir. We've seen the pictures and like I said, they have other projects lined up, so they are very busy right now. Yeah, very busy. കരിരുമ്പിനെ കരുത്തുമായി മൈതാനത്തിന്റെ തെക്കുവശത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ചെച്ചിക്കാട് ശങ്കരനെ എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you. ഒറ്റത്തരി ടച്ചിങ്സ് കൂടാതെ 2 പെഗ് അടിക്കണം എന്നാ പന്തേ. ഇവൻ തോറ്റടേ. ഇന്നത്തെ മീൻകറി ഇവൻ ഉണ്ടാക്കും. മരപ്പട്ടി മാറ്റൊക്കെ വെച്ച ഞാൻ എന്ത് ചെയ്യാനാ? പറ്റാത്ത പണിക്ക് നിക്കരുതായി. ഞാൻ പോയി പെടുത്തേച്ച് പറ്റണ പണിക്കുന്ന പോലെ മൈക്കളെ ടച്ചിങ്സ് വേണ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരു ജീവനോട് കണ്ടോ ഇത് മൊത്തം കമത്താനുള്ള പ്ലാനാണോ? എന്റെ മൈക്കിളെ നിന്നെ കുറിച്ച് മുട്ടക്കാട്ടിലെ ഡയലോഗ് അടിച്ചുള്ള വരവാണ് നീ എങ്ങാനും ഇത് കൊളാക്കിയ നിനക്ക് അറിയാലോ. നിന്റെ ഓവർ കോൺഫിഡൻസ് കാണുമ്പോണ്ടല്ലോ എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി പോണ്. അല്ല ഇതിങ്ങനെ അടിച്ച് കുപ്ലേഷ് ആവാനുള്ള പ്ലാനാണ്. അപ്പം ഇതാരടിക്കും? വേണ്ട വേണ്ട, ഇത് നിനക്ക് അങ്ങനെ ബസ് സ്റ്റാൻഡ് അടിക്കുള്ള കുപ്പിയല്ല. ഇത് അടിക്കാൻ ചില രീതികളൊക്കെ ഉണ്ട്. ആദ്യം ഒരു ആപ്പിൾ എടുക്കാം. ആ ആപ്പിൾ ഇങ്ങനെ കുനാന്നരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇടാം. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ലേശം കുരുമുളക്, ഒരിത്തിരി ഉപ്പ്, ഒരു വെല്ലുള്ളി കൂടി ആയാലോ? നിനക്ക് ചെറുത് മതി. പിന്നെ ഒരു മുളക് ഇങ്ങനെ നടുവേ കീറുക. അതിൻ്റെ അകത്തേക്ക് ഒരു ലേശം ചെറുനാരങ്ങ, ഇതെല്ലാം കൂടി ചേർക്കുന്നതിനുമായി കള്ളല്ലേ, അമൃതൊന്നും അല്ലല്ലോ. ഇതത്ര പോരാ. അല്ല നല്ല സാധനം. എന്നാ കൊച്ചൊരെണ്ണടി. ഞാനിത് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ. കുടിച്ചേച്ചും പോവാം. അല്ല ഞാൻ 10:30 കിടന്ന് ഉറങ്ങൂടാ, എനിക്ക് വേണ്ട. എന്റെ 10:30 മാറ്റ് പോന്നല്ലേ അടിക്കി നിർബന്ധിക്കണ്ട. എന്താന്നറിയോ, എന്റെ വീട്ടിലൊരു അമ്മാമ്മ ഉണ്ട്. അമ്മാമ്മക്ക് രാത്രി കണ്ണ് കാണില്ല. ആപ്പിളില്ലാഞ്ഞിട്ടാണോ?
കൊച്ച് പറഞ്ഞത് മാതിരി നമുക്ക് പിന്നീട് ഒരു ദിവസം ഇരിക്കാം. ഇപ്പൊ ഇത് പിടിപ്പിച്ചേ. അല്ല, എനിക്ക് താല്പര്യമില്ല. എന്ത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തിലെ ഒരു കഥ ഞാൻ കഥാപ്രസംഗത്തിന്റെ വിഷയമാക്കുന്നു. കഥ സ്പന്ദിക്കുന്ന അസ്ഥിമാടം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം. വല്ലികൾ ചുറ്റിപ്പടർന്നും നിറം മാഞ്ഞ് കല്ലുകൾ നടന്നു. സ്പന്ദിക്കും അസ്ഥിമാടം നമുക്കൊരു സന്ദേശമെന്തോ തരും. സന്ദേശമെന്തോ തരും. എന്തോന്നടാ ഇത്? സായാഹ്നം 55-കാരനായ ബൂട്ടാ സിംഗ് മനസ്സിൽ ഉറപ്പിച്ചു, എന്നെ സഹായിക്കാൻ ഞാൻ മാത്രം. വാടാ മൈക്കിളെ, നമുക്ക് കുപ്പി ഉരുട്ടി കളിക്കാം. നീ എന്താ കുടിക്കാത്ത? അത് ഞാൻ പിന്നെ പണ്ടോട്ടെ. Why are you not drinking? എന്നോടാ? അത് ഈ ജഗതി ചേട്ടല്ലേ, ഇതമ്മാവൻ, ആക്ടർ ജഗതി. പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ടർക്ക് അയാളുടെ ഫേസും ബോഡിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ അതുകൊണ്ട് ഞാൻ കുടിക്കില്ല. So you're an actor? അല്ല, അവനാണ് ആഗ്രഹം. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമയിലൊന്നും ഇല്ല. സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ എറണാകുളത്തായിരുന്നു. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് എറണാകുളത്ത് ചെറിയ ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് ചെറിയ റെൻറ്റിന് ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്ത് അങ്ങനെ പോയി. മെയിനായിട്ട് എറണാകുളത്ത് എന്തിനാ ഫ്ലാറ്റ് എടുത്ത് വെച്ചാൽ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ചാൻസ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എറണാകുളത്ത് പിന്നെ അതിന് മഞ്ഞല്ലോ. കുറേ ചാൻസ് ചോദിച്ച്, കുറേ സ്ഥലത്തൊക്കെ ചാൻസ് ചോദിച്ചു, പക്ഷെ ഒന്നും കൂടെ കൊളത്തിയില്ല. പിന്നെ പട്ടിണിയാണല്ലോ. അപ്പം കൂടെ പോകുന്നു. ഇപ്പോൾ ഇവൻ്റെ കൂടെ അങ്ങനെ ഓരോന്നും ചെയ്തിറക്കുക. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ നിങ്ങൾക്കറിയാം, കാർത്തിക് എന്ന് പേരുള്ള. കാർത്തിക് സുഭാഷ്? ഇപ്പോഴാ കാർത്തിക് സുഭാഷൊക്കെ ആയിരുന്നു. പണ്ട് പോലും കാർത്തിക് ആയിരുന്നു. മതി. പക്ഷെ ഒരുത്തവിടെ സ്വന്തം ജോലിയും കളഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കണ്ടേ? മൈക്കിളോ? അവനെ കഴിഞ്ഞ ജോലിന്ന് പുറത്താക്കിയതാ. Silence, camera, rolling, and action. At Club Mocha, you don't just get the sweet taste of coffee, but an experience. Our exotic Hey, room cut, is cut, 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 cut. perfectly എടാ, coupled. തൊപ്പിയുടെ തുറപ്പിനെ പിടിച്ച് മാറ്റടാ. ഗിരീഷാ, അങ്ങോട്ട് പോടാ. Okay, you're doing amazing. Just one thing, the menu is on the right side. Okay. So concentrate on that. Okay, cool. Just slow your tempo. Okay, fine. I got it. Okay. Come on guys, quick, retake, reset. അതെ, ഹരിയേട്ടാ, ആ ഷോട്ട് ഒന്ന് നോക്കിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് നമുക്ക് എടുക്കാം. ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. என்னடா மயிரங்க பண்ணிட்டு இருக்க? லைட் இங்க அடி இங்க அடிக்க கூடாது, சரியா? பேட்டை மட்டும் நொட்ட தெரியுதுல. மேடம் கொஞ்சம் അതെ, മറ്റേ ചെയർമാനല്ലേ, അയാൾ സെൽഫ് ബ്രാൻഡ് ചെയ്യണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നോ പ്ലീസ്, നോ ഫോട്ടോസ്, ഗോ അവേ. ഒരു കാര്യം ചെയ്യും, നമ്മുടെ സെക്കൻഡറി ക്യാമറ അല്ലേ, അത് നിന്നിട്ട് അവൻ്റെ മോന്തവലാണ്ട് വെച്ചോ. Excuse me. എന്നിട്ട് അവനെ വെണ്ണ பின்னாடி தான் வந்த. I just saw your hand. Touch me. Hello. You just touched me. Did you just fucking lie to me? இதெல்லாம் சரிதானா? Stop lying நான் to me. தொடவே I இல்ல. just saw your இங்க hand. எல்லாரும் கேட்டு பாருங்க. நான் பண்ணவே இல்ல மேடம். பண்ணாம எப்படி நீங்க பண்ணாம Can you just stop talking? Did you just see what he did? Hey, what's wrong? He did it. I saw it. I saw his hand. I'm not lying. நான் போய் சொல்லுது மேடம். ஓமால எதுக்கு ரியா மேல கை வச்ச? நீ யார் மேல கை வைக்கிற சார்? இந்த பொண்ணு என்ன பேசுறாங்க? Get out! என்னோட 2 இன்ச் தான் அதிகம். Are you okay? Yeah, I'm okay.
എന്തിരുവ മോകുത്തി എടാ രാമതി ഇതാ ഈ പോർഷനിലാണ് ഒരു മിസ്റ്റേക്ക്. ഇവിടെ എന്താ പ്രശ്നം? നീ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇഫ് യു കാൻ ഷോ വാട്ട് യു ഫീൽ, നോബഡി ഈസ് ഗോണ ഡു ദാറ്റ് ഫോർ യു. ജസ്റ്റ് ബി റിയൽ. ബെസ്റ്റ്. നീ എത്ര കാലം ചായയിൽ പടം വരച്ചോണ്ടിരിക്കും ഇതിൻ്റെ വെച്ച്? ചായ ഓർ കാപ്പി? ഓർഡർ തീർന്നു, ഞാനായിട്ട് ചോദിച്ചു. എന്തേലും വാങ്ങിക്കേ. ഓക്കെ. നിങ്ങളും കൂടി വേണമല്ലടാ ഇന്ന് രാവിലെ എൻ്റെ കൂടെ. ജാതി പ്രസന്റേഷൻ ആയിരുന്നു അറിയോ? രാമതീർത്ഥടങ്ങി ഒരു കൊല്ലത്തെ ക്യാമ്പയിന് നമുക്കാടാ. ഇപ്പൊ എത്രാമത്തെ തവണയാണ് നീ പറയണേ? അതല്ലടാ, നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് ഒരു ഉറപ്പ് വന്നത്. നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് പണ്ടേ ഉറപ്പായിരുന്നു. പിന്നെ എന്തിനാടാ നീ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ കലിപ്പിടുന്നേ? അത് നിനക്ക് നല്ല മടിയുണ്ടാ. പിന്നെ ഈയിടെ കുറച്ച് ഉടായ്പ്. ആകാശം ഇടിഞ്ഞു വീഴുന്നുള്ള സിറ്റുവേഷനിലും നീ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എൻ്റെ കലിപ്പിൽ മാത്രമേ പുറത്ത് വരൂ. പിന്നെത് വേണോ? അവളെനിക്ക് പണ്ടോട്ട് അറിയാവുന്ന കേട്ടോ. എന്നെ കൊണ്ട് താങ്ങൂ. അല്ല, എന്താ മോന്റെ പ്ലാന്? എനിക്കറിയില്ല. എടാ നീ എന്താണ്? ഞാൻ എന്താ മിക്കേ? അവൻ കുറയ്ക്കാൻ വന്ന് ഞാൻ പിടിച്ച് പൊട്ടിക്കിട്ടാ മൈക്കളെ. കിട്ടിയതൊന്നും പോരെ. ഇനിയും കൊടുക്കുവാൻ ഇവിടെ മുളച്ച കളിച്ച് കളിച്ച് കുടുംബത്തെ കയറി കളിക്കും. പണ്ട് വേലി പാറ. என்னடா சீம் போட வந்தியா? ஆமா சார், சீம் போட தான் வந்தேன். ഇത് മീറ്റിംഗ് ഒന്നും അല്ല. എപ്പോൾ തീരുമെന്ന് പറയാൻ. அடிக்க போறியா? இல்ல சார், உங்களையெல்லாம் போட்டு அந்த குழியில மூட போறேன். அதுக்கப்புறம் அது மேல நான் பெரிய லைட் வைப்பேன். அப்படின்னா வெயிட், நமக்கு ஒரு கிட்ட பேசலாம். பேசுங்க, தாராளமா பேசுங்க. அண்ணா சீக்கிரம் வாங்க, பாவம் பசங்க வெட்டுறாங்கல்ல. പണിമുക്ക നീ എന്താ പോ. എനിക്ക് 10 കിടന്ന് ഉറങ്ങണം. നീ എ സി ഒക്കെ ഇട്ട് അകത്തിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. നീ ആരെയും വിളിക്കാൻ പോണ കാലില്ലയോ? എന്താടാ പ്രശ്നം? ഗിരീഷ് എന്താടാ? കണ്ണടാ, നിങ്ങൾ കളത്തിലിറങ്ങേണ്ട സമയമായി. 3ാമത്തെ ഗുണ്ടക്ക് 4ാമത്തെ അടി വീണ മുന്നേ നിങ്ങൾ ഇവിടെ സ്ഥലം നമ്മുടെ വീട്ടിലേക്കുള്ള. അച്ഛനാ? അച്ഛൻ്റെ ഫോണെടുത്ത് കളിക്കില്ല കുഞ്ഞി. കാട്ടെ അച്ഛൻ വരാ, പൊക്കോ. പറയൂക്കളെ
നിങ്ങളിത് എവിടെയാണ് മനുഷ്യ? ഞാൻ നാട്ടില്. നിങ്ങളെന്തിനാ ഇപ്പൊ നാട്ടിൽ പോയത്? എന്റെ ഓളെ കുഞ്ഞിനെ കാണാൻ. അയ്യോ 7 വർഷമായിട്ട് അവിടെ പിടിച്ചതല്ല. ഇതല്ലേ മൈക്കിളെ പറഞ്ഞ തളർത്തിനി? അല്ല അപ്പൊ ഇക്രോ? ഇക്രൊക്കെ നൈജീരിക്ക് പോരോ? അല്ല ബാക്കി അപ്രന്റീസ് ഉണ്ടല്ലോ. അതോ ലോകത്തിന് ഞാൻ ഒരാഴ്ച ലീവ് കൊടുത്തിന്. ഒരെല്ലാം പറിക്കു. അയ്യോ ട്യൂഷൻ സെന്റർ. എന്താ റോസ്ന? കണ്ണണ്ണ ഒരു അടി വന്നിട്ടുണ്ട്. അവര് 4-5 പേരുണ്ട്. ഓടാൻ പറ്റുവാ? ഓടിച്ചെടുത്തല്ലോ. എന്നൊന്നും നോക്കണ്ട, തിരിച്ചടിച്ചു. തിരിച്ചടിക്കാനാ? അല്ലാണ്ട് ഇപ്പൊ നിന്നാക്കില്ലേ? എന്നൊന്നും നോക്കണ്ട, തച്ച് തൂഫാനായിക്കളാ. മുത്തേ ഫസ്റ്റ് റാങ്ക് നമ്മുടെ മോക്കന്നെ. തവളച്ചാട്ടത്തിലും ഡാൻസിലും മിമിക്രിയിലും മോളാക്കിലും ഒക്കെ ഫസ്റ്റാ. മൈക്കിളിന്റെ മോൻ പൊട്ടി. അല്ലേലും ആ ചെറുക്ക അവനെ പോലെ തന്നെ ഒരു ശ്രദ്ധയില്ല. IIT കോച്ചിങ് ആർക്ക്? മറന്നോ? നമ്മൾ നോക്ക്. Yes, she will become great. ഭഗവാൻ വാക്കിന് അംബാനി ബീഡി വലിക്കുന്ന അംബാനി. വണ്ടികടി പോയേ എന്നെ പറഞ്ഞു ഉനക്ക് തെരിയുവാണ പിന്നെ അതുക്കളാണല്ലോ എങ്ങനെയാ ഉങ്ങൾക്കൊന്നും ആകരല്ലേ ബോഡിയാരെ അല്ലേട്ടാ നിങ്ങൾക്ക് വല്ല വാച്ച് കമ്പനിയായിരുന്നു പണി? അല്ല എന്ത് അല്ല ഈ ടൈമിംഗ് കണ്ടോട് ചോദിച്ചാണ്. ഒന്ന് നിർത്ത് ഗിരീശ, ഇവിടെ ഉണ്ടായ ദുരന്തൊക്കെ പോരെ. അല്ല നിങ്ങളെങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി? ഇതല്ലേ ഞാൻ ചോദിച്ചേ. ഞാൻ പറയാം ഇത് നമ്മുടെ പയ്യനാ, ആളൊരു അഭിനയമോഹിയാ. നിങ്ങൾ സിനിമയും പരസ്യമൊക്കെ കാണാറില്ലേ? എന്തായാലും ഒരു അവസരം. അപ്പൊ ഇവനാണ് പുതിയ ഖജനാവ്. ഇത് നമുക്ക് സെറ്റാക്കാം. വർക്കൊക്കെ തുടങ്ങുന്നില്ലല്ലോ. വിളിക്കണം. എന്നാലും വീട്ടിലൊന്ന് കയറിട്ട് പോവാ. വേണ്ട, വന്ന കാര്യം നടന്നില്ലേ? ഓക്കെ. എന്നാലിന്റെ മധുര നീ ഏതെവിടെ പോയി? ഏതാ എവിടെ പോയാ? നമ്മുടെ നിന്നെ എനിക്ക് വേണ്ട. ഇങ്ങോട്ട് പോവാ മധുര. നൈറ്റിക്ക് എന്നാ സാപ്പാടന്നെ? അംബാനി പിന്നെ പോയി അംബാനി തലക്കടിക്ക്. ചേട്ടാ, നേരത്തെ മുഖത്ത് വെച്ച സാധനം ബാക്കിയുണ്ടോ? എന്തിനാ? കുറച്ച് ഇറങ്ങിപ്പോയിരുന്നു. നല്ല സുഖം. ഒന്ന് പോയായിരുന്നു. ഇത് നീ പൊട്ടണം പറ്റി ചോദിച്ചതാ. ഇത് വെച്ചോണ്ട് എനിക്ക് നേരം വിളിപ്പിക്കാൻ. ഒന്ന് വിളിച്ചോണ്ട് പോയവരെ ബോധമില്ലാത്തപ്പോഴും കൊടുക്കണം, ബോധം ഉള്ളപ്പോഴും വേണം.
തുറക്കാൻ. എവിടെ പോയി കിടക്കണോ നീ? മൈക്കിളെ തുറക്കടാ. ഇറങ്ങടാ. ഇറങ്ങടാ, എല്ലാത്തിനും വിളിച്ചോണ്ട് എണീക്കടാ. എന്താണ് പ്രശ്നം? ഇറങ്ങും പെട്ടെന്ന്. സാർ എന്താ കാര്യം എന്ന് പറ. എന്താ കാര്യം നീ ഇറങ്ങുള്ളൂ. രാത്രി വെറുതെ വീട്ടിൽ കയറി വന്നിട്ട് ആരുടെ മൊബൈല്? അമ്മാവന്റെ. ഏതമ്മാവന്റെ? ശങ്കരമാവന്റെ. ശങ്കരമാവനോ? എവിടെ അങ്ങേരും? അമ്മാവൻ എവിടെ? ഏത് കോളത്തിൽ പോയടാ? നമുക്ക് അറിയില്ല സാറേ. ഇവിടെ എവിടെ അങ്ങേരിയുന്നേ? അയാളുടെ റൂം അകത്താണ്. നീ അവിടെ എന്താ മതി കേട്ടടാ. എന്താടാ ഇവിടെ നടക്കുന്നത്? അമ്മാവനെവിടെ? അമ്മാവനല്ലേ ഇന്നലെ പോയത്. പോയാ? എപ്പോ പോയി? മക്കളെ കളിക്കല്ലേ, അമ്മാവനല്ലേ ഇന്നലെ രാത്രി പോയത്. എനിക്കൊന്നും ഓർമ്മയില്ല. അവളെവിടെ? രണ്ടിനും കുടിച്ച് ബോധമില്ല. എടാ ഇന്നലെ അടിയും പിടിയും കഴിഞ്ഞ് മോളിൽ പോയി എല്ലാരും കൂടി അടിച്ച് കിണ്ടിയായി. അമ്മാവൻ കോട്ടയത്തേയും പോയി. അതൊക്കെ ടാറ്റ കൊടുത്തോണ്ട് മുതലും വിട്ടുകൊണ്ടിട്ട് അലക്സ് എന്താണ് ഇവിടെ? അമ്മാവൻ എന്തെങ്കിലും അല്ലടാ, ഇത് വേറെ എന്തോ സീനാണ്. എന്റെ ഫ്രണ്ട് ഒരു സാധനം അതിക്ക് വാങ്ങിച്ചു. നമ്മുടെ ഒരു അമ്മാവനുണ്ട്, ശങ്കരമാവൻ. പുള്ളി കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ മക്കളെ ഗുഡ് ബൈ. കഴിഞ്ഞ 3-4 മണിക്കൂറിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ಸೈಜ್ಗೆ ರೆಡಿ ಮಾಡಿದ್ದೀನಿ. ಅದನ್ನ ಒಂದು ಕತ್ತಗಾಕಿ ಹೆಚ್ಚುತ್ತೀನಿ. ಶಂಕರ್ಗೆ ಹೇಳು. अजीब दास्तां है ये मंजिल